കഴിഞ്ഞുപോയ നല്ല കാലത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ഓരോ ഓണക്കാലവും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ. ചിലപ്പോൾ അവർ നമ്മളിൽ നിന്നും എന്നേക്കുമായി അകന്നവരായിരിക്കും. പക്ഷെ ഓരോ ആഘോഷ നിമിഷങ്ങളിലും അവരെ കൂടി നാം ഓർത്തുപോകും. അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ മോഹിച്ചു പോകും. അത്തരത്തിലൊരാൾ താൻ തന്നെ അനശ്വരമാക്കിയ ഒരു സൂപ്പർ ഹിറ്റ് കഥാപാത്രം ഏറ്റ് പാടിയതുപോലെയായിരുന്നു അവിശ്വസനീയമായ ആ ജീവിതം. അതെ, കണ്ണീർ സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഇദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. ചെറിയ വീഴ്ചകളിൽ കരയാനൊരുങ്ങുന്ന ഓരോ മലയാളിയും ഈ മനുഷ്യന് മുന്നിൽ പലവട്ടം കീഴടങ്ങി. ഒപ്പം കാലവും. സിനിമയിലേക്കൊന്ന് കയറാൻ, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ, സിനിമ കൊണ്ട് തന്നെ ജീവിക്കാൻ 8ാം ക്ലാസും ഗുസ്തിയും കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളവും മാത്രം ഇന്ധനമായവൻ പിന്നീട് എങ്ങനെ കരയാനാണ്? സിനിമയിലുടനീളം നമ്മെ ചിരിപ്പിച്ച് ഓരോ ചിരികൾക്കുമൊടുവിൽ ചിന്തയുടെ തിരികൊളുത്തിയ ആ ഇരിങ്ങാലക്കുടക്കാരന്റെ ഇടം മലയാള സിനിമയിൽ എക്കാലത്തും ഒഴിഞ്ഞു തന്നെ കിടക്കും. നമുക്ക് മുന്നിൽ നിറഞ്ഞ ചിരിയോടെ ആ വലിയ മനുഷ്യൻ ജീവിതം വിട്ടിറങ്ങിയപ്പോൾ ഇന്നസെന്റായ ഓരോ മലയാളിയും കരഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം. ആത്മവിശ്വാസം എന്ന വാക്കിന്റെ മറുവാക്കായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മനുഷ്യൻ. ഓർമ്മകളിൽ എന്നും ഇന്നസെന്റ്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ. അഴകാനീലി വരും പരുപോലെയോടി വരും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. നാലാം നില കേറി പോകണ്ടേ? അടുത്തു വരണ്ട, കാരണവരെ കുത്തും. ഇന്നസെന്റേട്ടന്റെ ഓർമ്മകളിൽ ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കാൻ ആദ്യം എത്തുന്നത് ഇന്നസെന്റേട്ടന് വളരെ പ്രിയപ്പെട്ട ഒരാൾ. ഇന്നസെന്റേട്ടനോടൊപ്പം സിനിമകളിൽ, രാഷ്ട്രീയത്തിൽ, സൗഹൃദ സദസ്സുകളിലെല്ലാം ഒപ്പം കൂടുന്ന ഒരാൾ. പലപ്പോഴും സിനിമയിൽ ഒരാള് നായകനാകുക, പ്രതിനായകനാകുക, സഹനടനാകുക എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ഓരോ അഭിനേതാക്കളും ഒരുപാട് ചിന്തിച്ചു കൂട്ടാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടൻ നായകനായ ചിത്രങ്ങളിൽ സഹനടനെ പോലെ, സഹനായകനെ പോലെ നിൽക്കാൻ മനസ്സ് കാണിച്ച മറ്റൊരു നായകൻ. ഇന്നസെന്റിനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ഒരാൾ. ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മുകേഷ് ഏട്ടൻ. നമസ്കാരം, സ്വാഗതം. താങ്ക് യു. മുകേഷ് ഏട്ടൻ ഒരു പരിപാടിയിൽ ഒപ്പമെത്തുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആശയം മുന്നിലേക്ക് വെക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു, ആ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഏത് നടനെ പറ്റി ചോദിച്ചാലും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനും ഓർമ്മകൾ പറയാനും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് മുകേഷ് ഏട്ടൻ എന്ന് പറയുന്നത്. എന്നാലും ഒരുപക്ഷെ യാദൃശ്ചികമായിരിക്കാം ഇന്നസെന്റ് ഏട്ടനെ പോലെ ഒരാളെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ മുകേഷ് ഏട്ടനെ നമുക്ക് ലഭിച്ചത്. രാഷ്ട്രീയത്തില് ഒന്നിച്ച് ഉണ്ട്, സിനിമയിൽ എത്രയോ നാള് ഒന്നിച്ചുണ്ട്. ഞാനിപ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ പ്ലാന്റ് ഒന്നുമല്ല, ആമുഖത്തിൽ അറിയാതെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സിനിമയിൽ പലപ്പോഴും ഒരു കഥാപാത്രമൊക്കെ കിട്ടുമ്പം ഈ കഥാപാത്രത്തിന്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കും. ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടൻ ഒരുപാട് നാളത്തെ സിനിമാ അനുഭവങ്ങളുണ്ടെങ്കിലും ഇന്നസെന്റ് ഏട്ടൻ ടൈറ്റിൽ റോളിൽ വരുന്ന സിനിമയിൽ അന്ന് വളരെ തിരക്കുള്ള സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും മുകേഷ് ഏട്ടൻ ടൈറ്റിൽ റോൾ അല്ലാത്തൊരു സഹവേഷം ചെയ്തു. അത് സംശയിച്ചിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനെ ഒരു ഉള്ളിലുള്ള ഒരു മത്സരം ഇല്ലല്ലോ. സിനിമയുടെ ഗംഭീരമായിട്ടുള്ള വിജയവും അതിനപ്പുറം നമ്മൾക്കൊക്കെ രഹസ്യമാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും ദിവസം ഇവരുമായിട്ടൊക്കെ സഹകരിച്ച് സന്തോഷമായിട്ട് കഴിയാമല്ലോ എന്നുള്ളതാണ്. ഇപ്പം റാംജി റാവു സ്പീക്കിങ്ങിൽ ടൈറ്റിൽ റോളല്ല, മാന്നാർ മത്തായിൽ ടൈറ്റിൽ റോളാണ്. അതെ. എന്നാൽ പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ബാലകൃഷ്ണൻ. അതെ, ബാലകൃഷ്ണനും ഒക്കെ. അതെ. മറ്റേ അടുത്ത ഭാഗം എടുത്തപ്പോഴും
പ്രധാനപ്പെട്ട റോള് തന്നെയാണ്. മാന്നാർ മത്തായി 2 എടുത്തിട്ടുണ്ട്. അതേപോലെ ഗജകേസരി യോഗം അദ്ദേഹമാണ് മെയിൻ റോളെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു റോളാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കും അതിനകത്ത് കാണും ഈ 2 ഹീറോസൊക്കെ വരുമ്പോഴാണ്, 3 ഹീറോസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റോൾ എന്താണ്, ഇവൻ ചൗക്കുറ്റിക്ക് അടിക്കുന്ന രംഗമുണ്ടോ, ഇറങ്ങി പോടാ എന്ന് പറയുന്ന രംഗമുണ്ടോ, അതെല്ലാം നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ പറയുമ്പോഴേ നിങ്ങളെല്ലാം കൊണ്ട് നിങ്ങളൊക്കെ എത്ര തവണ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്, എത്ര തവണ തിരിച്ചു കയറ്റുന്നുണ്ട്. അതിനകത്തുണ്ടായിരുന്ന ഒരു സൗഹൃദം കാലങ്ങൾക്ക് ഇപ്പുറവും തോന്നും. കാരണം ഇന്നസെന്റ് ഏട്ടൻ ഒരു ഈ മാന്നാർ മത്തായി എന്ന കഥാപാത്രം ചെയ്യുകയും അത് വളരെ പോപ്പുലർ ആകുകയും ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ രജനീകാന്തിനൊക്കെ അങ്ങനെ പറ്റും. ടൈറ്റിൽ ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്യാൻ പറ്റും. പാവം അയ്യോ അയ്യോ അച്ഛൻ, ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്, അർജുനൻ പിള്ളയും 5 മക്കളും, സാക്ഷാൽ ശ്രീമാൻ, ചാത്തുണ്ണി, ഞാനീ പറഞ്ഞ എല്ലാ സിനിമകളിലും ടൈറ്റിൽ റോളിലാണ് ഇന്നസെന്റ് ഏട്ടൻ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതിന്റെ ഒരു തുടക്കം വെച്ച സിനിമയാണ് ഈ സിനിമ. ഞാൻ കേട്ടിട്ടുണ്ട് ആ സിനിമ അഭിനയിക്കണോ വേണ്ടയോ എന്ന് ഇന്നസെന്റ് ഏട്ടൻ സംശയിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ. ഞാൻ പല സന്ദർഭങ്ങളിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അത് പറഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ദിവസം ഇത് കണക്ക് സിദ്ദിഖ് ലാല് കുറേ നാൾ മാറ്റി വെച്ച നായക പ്രശ്നത്തിന് പുറത്ത് സായികുമാർ എടുത്ത ബാലകൃഷ്ണന് വേണ്ടി പല സന്ദർഭങ്ങളിലുമൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ആദ്യം തന്നെ ഫിക്സ് ചെയ്തു, ഇന്നസെന്റ് ഏട്ടനെയും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഥ പറയുമ്പോഴെല്ലാം ഇന്നസെന്റ് പറയുന്ന ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിന്റെ സ്ലാങ്ങിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം എൻ്റെ അടുത്ത് സിദ്ദിഖ് ലാൽ പറഞ്ഞു, നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എന്താണ്? ഇന്നസെന്റ് ഏട്ടൻ വേറെ ആരുടെയോ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു പോയി. നമ്മളിപ്പോൾ ആ ദിവസമാണ് വെച്ചിരിക്കുന്നത്, ഇനി മാറ്റാൻ പറ്റത്തില്ല. ജോഷി സാറിന്റെ മറ്റേ പടം, ജോഷി സാറിന്റെ പടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അല്ല അത് അവര് സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാന്ന് പറഞ്ഞ് ഞാൻ വേറൊരു നടനെ വെച്ച് എഴുതി തുടങ്ങി. ഇവര് അദ്ദേഹത്തിന്റെ സ്ലാങ്ങിൽ മദ്രാസിൽ വെച്ചിട്ട് ബൈ ചാൻസിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞ്, ചേട്ടൻ ഇങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് മാറിയടാ, പുള്ളിക്ക് അതിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞിടാ. അതിനകത്ത് വേറൊരു സിനിമയിൽ അഡ്വാൻസ് മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, ചേട്ടൻ്റെ റോളൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അതേ സ്ലാങ്ങിലൊക്കെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. അയ്യോ ഇത് ഗംഭീര റോളാന്നല്ലോ. ഞാൻ പറയും, ഇത് ലൈഫ് ടൈം റോളെന്ന് പറയും, ഇതിൻ്റെ ചേട്ടൻ്റെ തലവര മാറുന്ന റോളാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി എന്തൊക്കെയോ ജോഷിയേട്ടനെയൊക്കെ വിളിച്ചിട്ട് ജോഷിയേട്ടൻ പറഞ്ഞ് ചെയ്തോടാന്ന് പറഞ്ഞു കാണും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചെയ്യാടാ. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് വിളി, നിങ്ങളെയൊന്നും പറയാനൊക്കത്തില്ല, അടുത്ത അഡ്വാൻസ് മേടിച്ചോണ്ട് വേറെ വീണ്ടും തരികിട വരും. അവിടെ നിന്നുണ്ട്, അന്ന് STD ആണ്, വിളിച്ചിട്ട് പാച്ചിക്കാന്ന് പ്രൊഡ്യൂസറാണ്. അപ്പം പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുകേഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്നസെന്റ്, അയ്യോ നമ്മൾ എന്ത് ചെയ്യാനൊക്കും, പുള്ളിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാൻ പറഞ്ഞു, ഞാൻ ഇന്നസെന്റ് ആണ്, ഞാനത് ചെയ്യാൻ കേട്ടോ. അവിടെ വെച്ചിട്ടാണ് മാന്നാർ മത്തായി എന്ന് പറഞ്ഞ ചരിത്രപ്രധാനമായ മലയാള സിനിമയുടെ വഴിത്തിരിവായ റാംജി റാവു സ്പീക്കിങ്ങിൽ ചേട്ടൻ വരുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് തിയേറ്ററിൽ ആ സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞാണ് ഇന്നസെന്റ് ഇരുന്നത്. കാരണം ഹീറോ ക്യാരക്ടറിന് അത്രയും ക്ലാപ്സ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത്. നമ്മളിപ്പോ ഇതുപോലൊരു ഓണക്കാലത്ത് ഓർക്കുമ്പം, ഒരു ഓണക്കാലത്ത് ഓഗസ്റ്റ് മാസത്തിലാണ് ആ സിനിമ റിലീസായതും അത്ര ജനകീയമായതും എല്ലാം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം. മുകേഷ് ചേട്ടാ ഇരിക്കും. മുകേഷ് ചേട്ടാ, ഈ കഥകൾ കാര്യങ്ങളൊക്കെ ഓർത്തു പറയുന്നതിലും ഒരു കാലഘട്ടം മുഴുവൻ ഒരു സിനിമ പോലെ പറയുന്നതിലൊക്കെ മുകേഷ് ചേട്ടൻ അതിവിദഗ്ധനാണ്. ഈ ഇന്നസെന്റ് ഏട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ, അതോ ഇന്നസെന്റ് ഏട്ടനെ ഓർമ്മയിൽ പതിഞ്ഞ കാഴ്ച ഏതാണ്? ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെ ഒരു തമാശക്കാരനായിട്ടുള്ള ഇത്രയും തമാശ അദ്ദേഹത്തിന് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എൻ്റെ തുടക്കകാലമാണ്, 2ാമത്തെയോ 3ാമത്തെയോ സിനിമ തിരുവനന്തപുരത്ത് കീർത്തി ഹോട്ടലിലാണ് അന്ന് സിനിമാക്കാരുടെയൊക്കെ ഒരു സങ്കേതം. വലിയ കോസ്റ്റ്ലി അല്ല, അതിന്റെ മുകളിൽ വേറെ ഹോട്ടൽസൊക്കെ ഉണ്ട്, ചിലരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ താമസിക്കും. നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് എന്നൊക്കെ പറഞ്ഞ AC ഒന്നും ഇല്ല കേട്ടോ, ഒരു റൂമിൽ 2 പേര്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട്, ഇദ്ദേഹം എൻ്റെ അച്ഛനെയൊക്കെ നല്ലപോലെ അറിയാം, അച്ഛൻ്റെ നാടകം കാണാൻ പോയ കഥകളൊക്കെ പിന്നെ പിൽക്കാലത്താണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു, നമസ്കാരം. അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ബഹുമാനിച്ചു, സോറി. നമ്മൾ നമസ്കാരം.
അപ്പം പുള്ളിയുടെ ഏതോ ഒരു സിനിമയുടെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ ഇനി അതിന് മുമ്പുള്ളതെന്ന് അറിഞ്ഞൂടാ. പുള്ളി അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജുബൊക്കെ ഇട്ടിട്ട് പുള്ളിയും കുറച്ച് പ്രൊഡ്യൂസർഷിപ്പ് ചെയ്ത ചെറുതായിട്ട് പിന്നെ എവിടെ എന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാടയിലാണ് പുള്ളി ആദ്യത്തെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നീട് എല്ലാം ഓക്കെ ആയി. അവിടെ തൊട്ട് ഒരുപാട് കാലങ്ങൾ, എത്രയോ സിനിമകൾ അല്ലേ. മുകേഷ് ചേട്ടൻ MLA ആകുന്നതിന് മുമ്പ് ഇന്നസെന്റ് ചേട്ടൻ MP ആയിട്ടുണ്ട്. അപ്പൊ മുകേഷ് ചേട്ടൻ ഒരു MLA ഓഫർ വരികയാണ്, വിളിക്കോ, സംശയം ചോദിക്കോ, അഭിപ്രായം ചോദിക്കോ, എന്തെങ്കിലും ചെയ്തായിരുന്നോ? അല്ല, ഇദ്ദേഹം MP ആയിട്ട് നിന്ന് വലിയ നേതാവിനെയാ തോൽപ്പിച്ചത്. അതെ, അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയില്ല. അത് ഒരു UDF-ന്റെ കോട്ടയാണ്, കോട്ടമണ്ഡലമാണ്. അപ്പം അദ്ദേഹം ജയിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പം പറഞ്ഞു, ഇതൊരു തുടക്കാടാ, ഇനി പല ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരും. അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞില്ല. പിന്നീട് ബൈ ചാൻസിൽ ഞാൻ സ്ഥാനാർത്ഥിയായി, ഇദ്ദേഹം എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിലായിരിക്കും കൂടുതൽ. എവിടെ ചെന്നാലും ഭയങ്കരമായ ആവേശവും ആൾക്കാർ കയ്യാണിപ്പും ഫോട്ടോ എടുപ്പും പിന്നെ അതെല്ലാം തന്നെ എതിർകക്ഷികൾ പറഞ്ഞുണ്ടാക്കി. ഇതൊന്നും വോട്ടാവത്തില്ല, ഇതെല്ലാം സിനിമാക്കാരൻ എന്നുള്ള ആവേശമാണ്. എനിക്ക് കൺഫ്യൂഷനായി, എടാ ഇത് സത്യമായിരിക്കും. അപ്പോഴാണ് ഇന്നസെൻ്റ് ഏട്ടൻ വന്നത്. ഇന്നസെൻ്റ് ഏട്ടൻ വന്നിട്ട് ഒരു ബീച്ച് ഭാഗത്താണ് രണ്ട് സിനിമാക്കാർ വന്നു, വലിയ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്നപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇതൊക്കെ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതൊക്കെ വോട്ടാകുമോ? ചേട്ടൻ്റെ ഇത് അനുഭവത്തിൽ എങ്ങനെയാണിത് ചേട്ടൻ വിലയിരുത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തും ആൾക്കാരെല്ലാവരും പറഞ്ഞടാ ആദ്യം ഇങ്ങനെ ഇത് സിനിമയുടെ ആവേശമാണെന്ന്. പക്ഷെ നമ്മളവരെ സൂക്ഷിച്ചു നോക്കണം. സിനിമയുടെ ആവേശമാണെങ്കിൽ, റിയൽ വോട്ടേഴ്സ് ആണെങ്കിൽ കണ്ണിലൊരു തിളക്കവും ഒരു ശക്തിയും വരും, ജയിപ്പിക്കും. അത് വോട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്ത്. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, 75% വോട്ടാടാ, 25 ഉള്ള സിനിമ. സത്യമായി. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പറയുന്നത്, ഇങ്ങനെ ആവേശമൊക്കെ പണ്ട് പറഞ്ഞിരുന്നു സിനിമയ്ക്കാന്ന്, ഇതൊന്നും അല്ല, തെളിഞ്ഞ് 2 പ്രാവശ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം ചേട്ടനിൽ നിന്നാണ് ആ കോൺഫിഡൻസ് ഉണ്ടായത്. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിജീവിക്കാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ളത്. വേറൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഒരു തമാശ റോളെടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗങ്ങളിലെല്ലാം എന്നെ വിളിക്കും. ഞാൻ അവിടെ ചെന്നിട്ട് മരിച്ചതിന് ശേഷമുള്ളതാണ് ആ സംഭവം. അവിടെ ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് തമാശയാണ്. അങ്ങനൊരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിലില്ല. അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖമയമായിരിക്കും. നമ്മളിലുള്ള ഒരാളിനെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്താ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം കഴിഞ്ഞത്. എല്ലാം അങ്ങനെ തന്നെയാണ്. നേരെ ഓപ്പോസിറ്റാണ്. ചെവിയിൽ വന്നിട്ട് മറ്റേ കഥയും കൂടെ ഒന്ന് പറ. ഒരു സംവിധായകൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, സിനിമ എഴുതാൻ പേന എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം കഥാപാത്രങ്ങളുടെ മുഖം വരുന്നില്ല എന്നുള്ളത്. അത് പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് സാറാണ്. അദ്ദേഹത്തിന് ഇന്നസെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ ഇന്നസെന്റ് അടുത്ത് പണ്ട് പറയാറുണ്ട്, നിങ്ങൾ ബഷീറിനെ പോലെയാണ്. നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട്, എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട്. അപ്പം അങ്ങനത്തെ കഥകൾ എഴുതാത്ത ബഷീർ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റെ കളിയാക്കുമായിരുന്നു. പക്ഷെ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി. അത് എൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ്. നിങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിക്കും പിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെൻ്റ് എഴുതിയത്. അപ്പം ഒരു സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെൻ്റ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ മഴവിൽ കാവടി എന്നുള്ള സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ അതിൽ ഇന്നസെൻ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത്.
ഡബ് ചെയ്യാൻ വന്നാൽ നമ്മൾ ഇന്നസെന്റ് പറ്റി പറയുന്നത് 5 ദിവസം ഷൂട്ടിങ്ങിനും 10 ദിവസം ഡബിങ്ങിനുമാണെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ ഡബ് ചെയ്യാൻ കുറച്ച് പുള്ളിക്ക് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പം മഴവിൽക്കാവടി എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു, ഒരു വലിയ സീൻ, കിഴക്കാന്തുടിയിൽ ചങ്ങനക്കുട്ടി മേനോൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എല്ലാം ലിപ്പ് തെറ്റി പോകുന്നു. അപ്പം അങ്ങനെ 1 മണിക്കൂറും 1.5 മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ ആവാതായപ്പോൾ ഞാൻ അകത്ത് കയറി വന്നിട്ട് ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേരാണ്. മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ്, ഈ തടസ്സം മാറിക്കിട്ടാൻ. പുള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയുന്നത്, നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരക്ടർ എനിക്ക് തരാൻ? എന്നെ വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ആയിട്ട് ഇടുന്നതിന് പകരം ഇത്രയും വലിയൊരു ക്യാരക്ടർ തന്നിട്ട് പിന്നെ എന്നെ നിങ്ങൾ ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലും പുള്ളി സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെന്റിൻ്റെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കഥ ഇത് സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്നസെന്റ് വിളിച്ച് ചോദിക്കും. ചിലപ്പോൾ ഇന്നസെന്റ് വിട്ടേക്കിട്ടാ പറയും. എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെന്റ് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെന്റിന്റെ വീട്ടിൽ പോയിട്ട് ഇന്നസെന്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ആ ഗൂർഖയുടെ പേര് ഇന്നസെന്റ് പറഞ്ഞതാണ്, രാം സിംഗ്, ഭീം സിംഗ് കാപ്പേട്ട രാം സിംഗ്, അദ്ദേഹം പറഞ്ഞ പേരാണ്. അപ്പം അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഇന്നസെന്റിന്റെ ഒരു വേർപാടാണ്. ഞാനെപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെന്റ് വിളിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് മരണമാണെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇന്നസെന്റ്. സത്യസാറ് പറഞ്ഞിട്ടാണ് ബുക്ക് എഴുതിയെന്ന് പറഞ്ഞല്ലോ. അവിടെയും ഒരു വലിയ അത്ഭുതമുള്ളത്, 8ാം ക്ലാസ് പാസ്സായിട്ടില്ല എന്ന് എല്ലായിടത്തും പറഞ്ഞു കിടക്കുന്ന ഒരാൾ എഴുതിയ ബുക്ക് ഇന്ന് കേരള സംസ്ഥാന സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ടി, അതായത് മറ്റുള്ളവർക്ക് പഠിക്കാൻ ആ പുസ്തകത്തിലെ കുറെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? അതൊരു വലിയ അത്ഭുതമാണ്. ഇന്നും ഈ ഇന്ത്യയിലെ തന്നെ എത്രയോ ഭാഷകളിലേക്ക് ആ ബുക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിൽ അത് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്ത് പോകുന്നുണ്ട്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ആ വലിയ പുസ്തകം. അപ്പം നർമ്മത്തിലൂടെ ഏത് വലിയ പ്രതിസന്ധികളെയും വളരെ സരസമായി മറികടക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരാളെ കൂടെ ഞാനൊന്ന് നമ്മുടെ ഈ ഒരു ഓർമ്മയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരനാണ്. അതാണ് ആദ്യത്തെ പ്രത്യേകത. ഒരുപക്ഷെ നമുക്ക് ബാല്യകാലത്ത് തന്നെ ചിലപ്പോൾ ഇന്നസെന്റിനെ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. തുടർന്ന് ഇന്നസെന്റ് ഏട്ടൻ നമ്മളുടെ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റായി എത്രയോ നാൾ, ദീർഘകാലം അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെന്റ് ഏട്ടൻ തുടരുമ്പോൾ ഒപ്പം സന്തത സഹചാരിയായി എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകുകയും ഡേ ടു ഡേ ബേസിൽ അദ്ദേഹത്തോട് വിളിക്കുകയും സംസാരിക്കുകയും സംവേദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഏറെ ബഹുമാനത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഇടവേള ബാബു ചേട്ടൻ. ഇന്നസെന്റ് ഏട്ടനുമായിട്ട് എപ്പോഴും കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരാളാണ്. ക്രോണിക് ബാച്ചിലർ ഇന്നസെന്റ് ഏട്ടന്റെ ചെറുപ്രായം. ക്രോണിക് ബാച്ചിലർ ഇന്നസെന്റ് യൗവനം. ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് ഏട്ടന്റെ ചെറുപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസിംഗ് ആണ്. എന്തായാലും അത് എനിക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇന്നസെന്റ് ഏട്ടൻ ചെറുപ്പം. പിന്നെ ഇന്നസെന്റ് ഏട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇന്നസെന്റ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇടവേള ബാബു ഇല്ല. ഞാൻ ഏതോ ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ ജോലി ചെയ്യേണ്ട ഒരാളാണ്. എന്നെ സിനിമയിലേക്ക് കണ്ടെത്തിയതും എൻ്റെ എല്ലാ യാത്രകളിലും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇടവേളയിൽ ഇന്നസെന്റ് ഏട്ടനല്ലേ? അതെ, ഇന്നസെന്റ് ഏട്ടനാണ് മോഹൻ സാറിനോടും പത്മനാഭൻ സാറിനോടും പറയുന്നത് എന്നെ പറ്റി. കാരണം അവര് ഏകദേശം 2000 പേരെ കണ്ടാണ് അവരുടെ അപ്ലിക്കേഷൻ വന്നത്. അന്ന് കാലത്ത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഹാഫ് പേജ് പരസ്യമാണ് ഇടവേളയുടെ, പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനും കണ്ട ആളാണ്. പക്ഷെ എനിക്ക് സിനിമ ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ സുഹൃത്ത് ജോയ് കോട്ടോളി, പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയക്കടാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലേ സിനിമ. അങ്ങനെ ഇതിൽ അവർ അവസാനം 20 ആളെ തിരഞ്ഞെടുക്കുകയും അതിലും ശരിയാവാണ്ട് പത്മനാഭൻ സാർ തലേദിവസം ഒത്തിരി വറീഡായിട്ട് അങ്ങനെ ഇന്നസെന്റ് ഏട്ടനായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഇന്നസെന്റ് ഏട്ടനോട് പറഞ്ഞു എന്നാ പറയണേ, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള പയ്യനായിരിക്കണം, പക്ഷെ തല തെറിച്ചിന പയ്യനായിരിക്കണം. പെട്ടെന്ന് ഇന്നസെന്റ് ഏട്ടന് എൻ്റെ മുഖം ഓർമ്മ വന്ന് അങ്ങനെ ഇരിങ്ങാലക്കുടയിൽ വരികയും എന്നെ വിളിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം. ഇന്നസെന്റ് ഏട്ടൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റികൾ ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്ന് അദ്ദേഹം പഠിക്കാൻ മിടുക്കനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർമ്മ ഒരു രക്ഷയില്ലാത്ത ഓർമ്മ.
ഇരിങ്ങാലക്കുടയിലെ ഏത് വീട്ടിലെ ഏത് പയ്യനായുള്ള അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ പേര്, വീട്ടുപേര്, ഇങ്ങനെ സകല ചരിത്രവും ഇന്നസെൻ്റേട്ടന് മരിക്കുന്ന അപ്പോഴും വരെ അറിയാം. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് പുള്ളി എത്രയോ കാലം കഴിഞ്ഞാലും പേരൊന്നും ഓർമ്മയിട്ടില്ല, പക്ഷെ ഇന്ന സന്ദർഭത്തിൽ പുള്ളിയെ കണ്ടതാണെന്നുള്ള ഓർക്കാനുള്ള ഒരു കഴിവ് ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ എപ്പോഴും ആ കാര്യം ഇന്നസെൻ്റേട്ടനാണ് ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ മലയാള സിനിമയിൽ കഥകൾ മെനയാൻ മാത്രമല്ല, ആ കഥകൾ മര്യാദയ്ക്ക് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള രണ്ടുപേരും, ഒന്ന് മുകേഷ് ചേട്ടൻ, ഇന്നസെൻ്റേട്ടനാണ്. അതെ, അയ്യോ കഥ പറയാൻ കഥ തുടങ്ങിയാലേ ചീറ്റി പോവില്ല. അത് മുകേഷ് ചേട്ടന് അപാര കഴിവാണ്. അത് വിഷ്വല പറഞ്ഞു ഒരു കഥ അതിന്റെ അവസാനം കൊണ്ട് എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇവര് രണ്ടുപേരെയും. അത് മാത്രമല്ല, പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പോൾ കഥ പറയും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ കഥ വിട്ടുപോയിട്ട് പിന്നെ പറയുമ്പോൾ വേറെ കഥയാവും. പക്ഷെ ഇവർ രണ്ടുപേർക്കുള്ള ഗുണം വെച്ചാൽ ആ കഥ അതുപോലെ പറയും, അതൊരു അച്ചടിച്ച പോലെ. അല്ല, ഇന്നസെന്റേട്ടനെ പറ്റി പറയുമ്പം ഒരു നല്ല സ്റ്റോറി ടെല്ലർ, ഞാൻ അദ്ദേഹത്തിന്റെ നിന്ന് പഠിച്ചത്, ഒരു സ്റ്റോറി ടെല്ലർ, നല്ല ഒരു സ്റ്റോറി ടെല്ലർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആള് ഈ മോശം കാര്യങ്ങൾ ആളുകൾ അറിയണം. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, എനിക്ക് എന്നെ ആളുകൾ കളിയാക്കും. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ അവരില്ലാത്ത സദസ്സിൽ കളിയാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ നമ്മൾ വളരെ ഗൗരവം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റി മറ്റുള്ളവർ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നസെന്റേട്ടനെ വേറെ ആരും കളിയാക്കി ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്നറിയോ, അതിന്റെ എക്സ്ട്രീം പുള്ളി ചെയ്തു വെച്ചേക്കുക. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെ അത് രണ്ടുപേരാണ്. ഒന്ന് ശ്രീനിയേട്ടൻ, പിന്നെ ഇന്നസെൻ്റേട്ടൻ. സ്വയം വിമർശിപ്പിച്ച് അതിൽ കോമഡി കണ്ടെത്തുന്ന ഏറ്റവും നല്ല ഒരാൾ ഇന്നസെൻ്റേട്ടനാണ്. അതെ. അതുപോലെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ടൂറ് എന്ന് പറഞ്ഞ സംഭവം, ഈ എല്ലാവരും അഭിനയിക്കുക, രാവിലെ മുതൽ 360 ദിവസം അഭിനയിക്കാന്ന് പറ്റിയ ഒരു മാസം ഞാൻ ഇല്ലടാ, എത്ര വലിയ പടം, ഞാൻ ടൂറ് പോവാ, അങ്ങനെ ഒരു സംസ്കാരം പുള്ളി കൊണ്ടുവന്നു. അങ്ങനെ എപ്പോഴും ഞാൻ പറയും, ഒരു പടത്തിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് കൈ വിറയ്ക്കും, ഇതെങ്ങനെയും ചെലവാക്കണം. അങ്ങനെ ഉടനെ ഗോവ, ബോംബെ അവിടെ പോകടാ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫാമിലിയാണ്. അതെ, ഫുൾ ഫാമിലി ആയിട്ട്. അത് എന്നെ വിളിച്ചു ചോദിക്കും, ഗോവയിൽ പോയി ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കടാന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ ഹോട്ടലാണെന്ന് പറയുമ്പോൾ പറയും, അവിടുത്തെ ഏറ്റവും നല്ല റൂം ബുക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് പുള്ളി. എന്നുവെച്ചാൽ പുള്ളി അതിന്റെ കാരണം ഉണ്ട്, വെറുതെ പറയുന്നതല്ല. ഇന്നസെൻ്റേട്ടൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുള്ള വീട്ടിലെ ആളാണ്. ചേട്ടന്മാരൊക്കെ നല്ല പഠിപ്പും അനിയന്മാരും പഠിപ്പൊക്കെ. പക്ഷെ ഇന്നസെൻ്റേട്ടൻ ഒരുപാട് വേദനകൾ സ്വയം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പല സ്ഥലത്തു നിന്നും തഴയപ്പെട്ടു എന്ന് തോന്നുന്നിടത്തുനിന്നുള്ള കുതിച്ചുകയറ്റം ഇന്നസെൻ്റേട്ടൻ ഭയങ്കരമാണ്. ആ അനുഭവങ്ങൾ കൂടെ കടന്നുപോയിട്ട് സിനിമയിൽ വന്നു. ആദ്യം പ്രൊഡ്യൂസറായി എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റേട്ടൻ്റെ പൈസ ഒന്നുമില്ല, സുഹൃത്തുക്കളിലേക്ക് കൂട്ടി യോജിപ്പിച്ച പുള്ളി പ്രൊഡ്യൂസറായതാണ്. അങ്ങനെ വിട പറയും മുമ്പേ എന്ന് പറഞ്ഞ പടമാണ് എടുക്കുന്നത്. അത് വൻ ഹിറ്റായിരുന്നു. പിന്നെ ഉയർച്ചകളായി. അത് കഴിഞ്ഞ് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നു, തകർന്ന് തരിപ്പണമാകുന്നു. പിന്നെ ഇന്നസെൻ്റേട്ടനെ കാണുന്നത് ഭയങ്കര ഒരു, ഇന്നസെൻ്റേട്ടൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ശരിക്കും വാഷ് ഔട്ടായി, ഇരിങ്ങാലക്കുടയിൽ വരാറില്ല. അങ്ങനെ ഞാനൊരു തവണ മദ്രാസിൽ ഏതോ ഡബിങ്ങിന് ചെന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്നസെൻ്റേട്ടൻ മദ്രാസിൻ്റെ, ഞാൻ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്ന അന്നാണ്. അപ്പം ഞാനായിരുന്നു ഇന്നസെൻ്റേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ ഒരു ചെറിയ വീട് വാടകയ്ക്കാണ്, കിടക്കാൻ പോലും സൗകര്യങ്ങളില്ല. അത്രയും ദുരിതം അനുഭവിച്ചാണ് ഇന്നസെൻ്റ്. പക്ഷെ വീട്ടിലോ ഇരിങ്ങാലക്കുടയിലോ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ആലിസേച്ച് ഒപ്പം നിന്ന്, അന്ന് സോനു ചെറിയ പയ്യനാ. ഇത് കണ്ട് ഞാനും ഇന്നസെൻ്റ്, അന്ന് എന്നെ പറഞ്ഞു നീ വന്നാലോ നമുക്ക് ബീഫ് വാങ്ങാമെന്ന് പറഞ്ഞു. ഞാനും ഇന്നസെൻ്റേനും കൂടി ഒരു തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് ബീഫ് വാങ്ങിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോകാൻ. അവിടെ നിന്ന് പിന്നെ ഇന്നസെൻ്റേട്ടൻ ഈ 5 സ്റ്റാർ ഹോട്ടലും 7 സ്റ്റാർ ഹോട്ടലിലും താമസിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടില്ല. കാരണം അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. എങ്ങനെ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്ത്, അത് വേറെ ആരും പുള്ളി ഷെയർ ചെയ്യാതെ പുള്ളി സ്വയം, ഇതൊന്നും ഒരു പക്ഷേ എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും. പിന്നെ ഭാഷ, ഇനി പുള്ളി ഇറ്റലി ഭാഷ സംസാരിക്കുന്ന ആളെ ചിരിപ്പിക്കും പുള്ളി, ഒരു സംശയമില്ല. ഞാൻ എവിടെ വായിച്ചതാണ്, അദ്ദേഹം നിർമ്മിച്ച സിനിമയുടെ ഇങ്ങനെ സിനിമ ഒരുപാട് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഭാര്യ ആലിസാൻഡിയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് നടത്തുമ്പം കൂടെ ഇരുന്ന് കഴിക്കുന്ന ജഗദീഷ് ചേട്ടനോടോ ശ്രീനേട്ടനോ ആരോടോ ഭക്ഷണം കഴിക്കുമ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതിന് സ്വർണത്തിന്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ശ്രീനേട്ടനോട് ചോദിച്ചു, ഇതിന് സ്വർണത്തിന്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഇല്ല, ഇതിന് സ്വർണത്തിന്റെ ടേസ്റ്റ് എങ്ങനെ വരാനാന്ന് ചോദിച്ചു. അല്ല, ഇത് ഭാര്യയുടെ മാല പണയം വെച്ചിട്ടാണ് നിനക്ക് ചോറ് മേടിച്ച് തന്നോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ ചോദിക്കുന്നു പറഞ്ഞു. മടിയില്ല. നമുക്ക് ഒന്നുകൂടെ വീഡിയോ വാളിൽ പോവാം. ഇന്നസെന്റ് ഏട്ടനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായ സമയം തൊട്ട് എനിക്ക് പരിചയമുണ്ട്. അതിനുശേഷമാണല്ലോ നടനായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ, എന്ത് വിഷമം പുള്ളിക്ക് ലൈഫിൽ ഉണ്ടായിരുന്നുണ്ടാവും,
ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും ഭയങ്കര നമ്മൾ ചിരിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇന്നസെന്റേട്ടൻ്റെ ഒരു കഴിവ്. ഇൻഫാക്ട് ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും അഭിനയിക്കാൻ വന്നപ്പോൾ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന പടത്തിലായിരുന്നു ഞാൻ ഇന്നസെന്റേട്ടൻ്റെ കോമ്പിനേഷൻ അഭിനയിച്ചത്. അത് സെറ്റിൽ ഞാൻ ചെന്നപ്പോൾ കുറെ വർഷം ആയല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇന്നസെന്റേട്ടനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമസ്കാരം, എന്നെ ഓർമ്മയുണ്ടോന്ന്. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ശ്യാമളയല്ലേ? അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് നെട്ടി, ശ്യാമളയാ? അപ്പൊ പറഞ്ഞു, എനിക്കേ ക്യാൻസർ ആയിരുന്നു, അല്ലാതെ വേറെ മറവിയൊന്നും ഇല്ല കേട്ടോ, എന്റെ പേര് നീ ശാന്തിയാന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ അത് ഒന്നും തോന്നരുത്, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന്. അതായത് പെട്ടെന്ന് ഇന്നസെന്റേട്ടൻ അങ്ങനെ സംസാരിക്കുള്ളൂ, ലൈക്ക് പടത്തിൽ ഡയലോഗ്സ് ഒക്കെ പറയുന്ന അതേ ഒരു കോൺസെപ്റ്റ് ആണ് പുള്ളിക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴും. സോ എപ്പോ നോക്കിയാലും ഫൺ വേ ഓഫ് ടോക്കിംഗ്. നമ്മൾ എല്ലാവരും വിഷമത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പോലും വന്ന് ചിരിപ്പിക്കുന്ന ഒരു പ്രകൃതം ആയിരുന്നു. അത്രയും നല്ല ഒരു ഗുഡ് ഹാർട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാനുള്ള കുറെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാബു പറഞ്ഞ പോലെ ഒരുപാട് അപാരമായ അനുഭവങ്ങൾ ഉണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു കഴിവ് വെച്ചിട്ട് ആ അനുഭവങ്ങൾ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ ഏറ്റവും സന്തോഷകരമായി നർമ്മത്തിൽ ചാലിച്ച്, അതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്നും ആദ്യം പഠിച്ചത്. അപ്പോൾ നമ്മളാണെങ്കിൽ അന്നത്തെ കാലത്ത്, പിന്നീട് എനിക്കത് തോന്നി, കാര്യം നമ്മളെ കുറ്റം പറയണം, നമ്മൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയണം, അതായിരിക്കും നമ്മൾ വിജയിച്ചതിനേക്കാൾ ആൾക്കാർക്ക് താല്പര്യം. അല്ല, ഞാൻ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം പിൽക്കാലത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നെല്ലെന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ വേണ്ടി പുള്ളി പോയി. ഞാൻ പറഞ്ഞു, നെല്ലിനകത്ത് ചേട്ടൻ, എടാ നമ്മളൊക്കെ അഭിനയിക്കാൻ പോന്ന് പറഞ്ഞാൽ ഫുൾ ദിവസങ്ങൾ കാണും, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഒരു റോളൊക്കെ ഉള്ളൂ, ഷൂട്ടിംഗ് ഇല്ലെങ്കിലും ലൊക്കേഷനിൽ കാണും. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കടാ. അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ട് മനസ്സിലായി. അപ്പം നമുക്കിങ്ങനെ ഭാവനയും പ്രതീക്ഷകളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു കാലത്ത്, പിന്നെ അല്ലേ കിട്ടത്തില്ലായിരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പം മോഹൻ വരാൻ താമസിച്ചു. അപ്പം ഇദ്ദേഹം ഭയങ്കര ചെമ്മീനൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ് രാമു കരിയേട്ടൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ പൈപ്പൊക്കെയാണ് വലിക്കുന്നത്. പൈപ്പൊക്കെ വലിച്ച് ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ട് ചാരിക സൈഡിൽ ഇങ്ങനെ നിന്നിട്ട്, എന്തേ വന്നില്ലേ, എവിടെ, അല്ല ഇപ്പൊ വരും. അപ്പം മോഹൻ സ്റ്റാറാ, താമസിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് രാമു കരിയേട്ടൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇന്നസെന്റ് ഏട്ടൻ. പെട്ടെന്ന് പറഞ്ഞ്, അവൻ വലിയ ആക്ടറാണെങ്കിൽ അവന്റെ മനസ്സിൽ വെച്ചേക്കാൻ പറ കേട്ടോ, അവനെ നമുക്ക് വേണ്ട, എന്നെ അറിഞ്ഞൂടാ, എന്റെ കഴിവും എന്റെ സങ്കല്പമൊന്നും അവർക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ ഇങ്ങനെ താമസിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ ഇവനെ വെച്ച് നാളെ ആ റോൾ എടുപ്പിക്കും. ഇന്നസെന്റ് ഏട്ടൻ ഇങ്ങനെ നിന്നാള് അപ്പൊ എല്ലാരും ഇപ്പൊ വരും സാർ, പോവാൻ പറ, എനിക്കിവൻ മതി, എനിക്കങ്ങനെ വലിയ ആക്ടർ ഒന്നും വേണം, ഇവനെ വെച്ച് നാളെ ഇവനെ വെച്ച് ഞാൻ എടുക്കും, റീഷൂട്ട് ചെയ്യും, എല്ലാം റീഷൂട്ട് ചെയ്യും. എടാ ഇത്രയൊക്കെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതങ്ങ് വിശ്വസിച്ചടാ. എന്നിട്ട് പുള്ളി വേറെ സീനൊക്കെ എടുത്തിട്ട് മോഹൻ വന്നില്ല, താമസിച്ചു, സോറിയൊക്കെ പറഞ്ഞ് പുള്ളി രാത്രി മുഴുവൻ ഉറങ്ങാതെ കണ്ണാടി നോക്കും, ചില ഡയലോഗുകൾ റീഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സീൻ അങ്ങനെ ചെയ്യാം, ജയഭാരതിയെ കെട്ടിപ്പിടിക്കാം, കനകദുർഗ എന്ന് പറഞ്ഞിട്ട് ഫുൾ പ്രതീക്ഷയിലും സങ്കല്പത്തിലും ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ചിട്ട് പിറ്റേ ദിവസം പുള്ളി നല്ല മേക്കപ്പൊക്കെ ചെയ്ത് അവിടെയൊക്കെ സെറ്റപ്പാക്കി, മേക്കപ്പ് നമ്മളാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വന്നു. മോഹന്റെ കോംപ്രമൈസായി, മോഹൻ സോറിയൊക്കെ പറഞ്ഞു വന്നു, വന്നോണ്ടിരിക്കുക. അപ്പം ഇയാള് രാമുകരിയേട്ടാ മറന്നുപോയോ, ഇന്നലെ പറഞ്ഞത് ഇനി മറന്നുപോയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു ചില പോസുകൾ. 3-4 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഇയാള് ഈ ഫീൽഡിൽ വരുന്നു, അത് ഫീൽഡ്, പിന്നെ എന്താ മാറി നിൽക്കാൻ ഞാൻ. അപ്പം ഇയാളിങ്ങനെ പൈപ്പൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതിലൂടെ പോകും. പുള്ളി തന്നെ പറയാം, ഈ കുള്ളൻ കുറെ നേരായിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടല്ലേ, ഇയാളെ പിടിച്ച് പുറത്താക്ക്. അങ്ങനെ എന്നെ പിടിച്ച് പുറത്താക്കിയടാ. ഞാൻ പറഞ്ഞ ഇങ്ങനൊരു കഥ
വേറെ ആരും പുറത്തു പറയത്തില്ല. നമ്മളത് ചിരിച്ചു മറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ തിരുനെല്ലിക്കാട്ടിനകത്ത് നടന്ന ഈ കോമഡി ഹൃദയഭാരത്തോടെയാണ് പുള്ളി പറയുന്നതെങ്കിലും അതിനകത്ത് നർമ്മമുണ്ട്. ഞാൻ പറയും ഇത് കൊള്ളാമല്ലോ. പുള്ളി പറയുന്നത് ഒരു ദിവസം അങ്ങനെ പുള്ളി ഇറുവായി മനസ്സുകൊണ്ട്. ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴേ ഞാൻ വന്നു, ഞാൻ കഴിഞ്ഞ് വേറൊരു കോമഡി നടൻ, വേറൊരു നടനാണ്, അദ്ദേഹം എനിക്ക് ശേഷം വന്നിട്ടുള്ള ഒരാളാണ്. അവൻ വന്ന് ചില പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇന്നസെന്റ് ഇങ്ങനെ അവന്റെ സീൻ എടുത്തോണ്ടേ ചോദിച്ചു, നിനക്ക് ലോൺ വല്ലതും ഉണ്ടോ? ഞാൻ ഉണ്ട് ചേട്ടാ. വേർത്തം വന്നിട്ടുണ്ട്, നിന്റെ ലോൺ അടഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയില്ല. അവൻ കേറി പോയാൽ നീ പെടുട്ടോ, നിനക്ക് പ്രശ്നം ഉണ്ടാവും. അവൻ കേറി വന്നിട്ട് നിന്റെ ലോൺ എങ്ങനെയാ വെച്ചാൽ നീ നടച്ചു, അവൻ കേറി പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. ഇങ്ങനെ എന്നെ പേടിപ്പിക്കുക. അപ്പൊ എനിക്ക് ചെണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ അടുത്ത ഷോട്ടിലേക്ക് വന്നപ്പോ ഇവനെന്തോ കുറച്ച് കൈന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു കൂടുതൽ എക്സ്പെക്ട്. പേടിക്കണ്ട, അവൻ കൈന്നൊക്കെ ഇടുന്നുണ്ട്, ചിലപ്പോ തന്നെ പൊക്കോളും, നീ ആയിട്ടൊന്നും ചെയ്യണ്ടെന്ന്. നമ്മളിപ്പോ ഇന്നസെന്റ് ചേട്ടൻ തമാശ പറയുന്നു, ഇതേ കണക്ക് പോയതിനു ശേഷം മനസ്സിലാവുന്നു, ഇതേ കണക്ക് നല്ല ചീത്ത വിളിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇന്നസെന്റ് ചേട്ടന്റെ വളരെ അപൂർവമായിട്ടായിരിക്കും ഇന്നസെന്റ് ചേട്ടൻ പെട്ടുപോയ ഒരു കഥയുണ്ട്. ഇന്നസെന്റ് ചേട്ടൻ ശരിക്കും ഒരു കുട്ടിയെ പോലെ ആയിപ്പോയ ഒരു കഥയുണ്ട്. അപ്പം ഗോൾക്കൊണ്ട ഹോട്ടൽ ഹൈദരാബാദിൽ എല്ലാവരും കാക്കക്കോയിലിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത്. ഞാൻ ഇന്നസെന്റ് ചേട്ടൻ കൂടെ പിന്നെ ലൊക്കേഷനിൽ വന്ന് പിന്നെ ഈ കീ എല്ലാം മേടിച്ച് റിസപ്ഷൻ്റെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം. തിരിഞ്ഞു നോക്കാൻ ഒരു പ്രായമായ സ്ത്രീയാണ്. മുകേഷ് അല്ലയോ? അപ്പം ഞാൻ പറഞ്ഞു അതെ. അയ്യോ. അപ്പം വേറെ 3-4 സ്ത്രീകൾ അവരെ വിളിക്കുന്ന, അവർ മലയാളമല്ല, അറിഞ്ഞൂടാ. ഞങ്ങളെല്ലാം തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ ഒരു സ്ത്രീയെ എല്ലാവരും ഒരു എബവ് 45 ഒക്കെയാണ്, 50 ഉള്ളവരുണ്ട്. ഇത് തെലുങ്ക് ദേശം പാർട്ടിയുടെ മെയിൻ ഒരു നേതാവാണ്. അപ്പം മന്ത്രി അപ്പുറത്ത് വരുന്നുണ്ട്, ചിലപ്പം ഇതുവഴി വരും. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ വഴി വന്നാൽ ഇവിടെ വെച്ച് സംസാരിക്കും, അതല്ലെങ്കിൽ അവിടെ പോയി സംസാരിക്കും, വലിയ നേതാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ, അവൻ നാട്ടിലാണ്, എറണാകുളത്താണ്, വർഷങ്ങളായിട്ട് ഹൈദരാബാദിലാണ്, തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇതൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പരിചയപ്പെട്ടതിൽ നന്നായി, വളരെ സന്തോഷം. അപ്പം സ്ത്രീ അത് ഇന്നസെന്റ് അല്ലയോ? അപ്പം ഇന്നസെന്റ് ചേട്ടൻ വേറെ എന്തോ ഇത് ശ്രദ്ധിച്ചില്ല. അത് കേട്ടിട്ട് ഇന്നസെന്റ് ചേട്ടൻ തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു പിന്നെ അയ്യോ സാർ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഭയങ്കര കോമഡിയനാണ്, എന്തു വലിയ ആക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും പരിചയപ്പെട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാലോ. നമ്മളെപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്നത്, അത് പിന്നെ തീഹാർ ജയിലിൽ കിടന്നില്ലേ കുറെ നാൾ, അങ്ങനെ കുറച്ച് ഹിന്ദി എങ്ങനെയോ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് കളിയാക്കും. അപ്പൊ ഇദ്ദേഹം മറ്റേ ഹൈദരാബാദിലുള്ള എല്ലാവർക്കും തെലുങ്ക് അതിന്റെ കൂടെ ഹിന്ദിയും അറിയാം. അപ്പൊ പുള്ളി കുറച്ച് ഹിന്ദി എടുത്ത് വിളമ്പി തുടങ്ങി. അപ്പൊ നമ്മള് വെളിയിലായി, അത്ര ഹിന്ദി പോരാ ഞാൻ. അപ്പൊ നല്ല ഹിന്ദി സംസാരിക്കും. അപ്പൊ ഇയാള് പിന്നെ ഇവര് പറഞ്ഞു ഫ്രണ്ട്സായി, അപ്പൊ ഇനി ഞങ്ങളെ ഷൂട്ടിംഗ് കാണാൻ ഒരു ദിവസം വരണം, ഞങ്ങൾ കുറെ ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മന്ത്രി ഇതുവഴി വരുന്നില്ല, അതുവഴി പോവുകയാണെന്ന് പറഞ്ഞു. എല്ലാവരും ഓ എന്ന് പറഞ്ഞൊരു കാറി കയറി പോയി. ഇത്രയും നടന്നതാണ് സംഭവം. പിറ്റേ ദിവസം മോഹൻലാലും പ്രിയദർശനെല്ലാം വന്നപ്പോഴത്തേക്ക് ഇന്നസെന്റ് ചേട്ടൻ കുറച്ച് താമസിച്ച് വന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നസെന്റ് ചേട്ടൻ അങ്ങ് ഭയങ്കര ഷൈൻ ചെയ്ത് കേട്ടോ, ഇങ്ങനെ ഹിന്ദിയിലൊക്കെ പറഞ്ഞ് തെലുങ്ക് ദേശം പാർട്ടികളെ മുഴുക്ക കയ്യിലെടുത്ത് സ്ത്രീ വിങ് അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, രഹസ്യങ്ങൾ അറിയുന്നതും ഇങ്ങനെ കൊനസ്റ്റുണ്ടാക്കുന്നത്. മോഹൻലാലിൻ്റെ തോന്നിയിടേ നമുക്ക് ഇന്നച്ചനല്ലേ ഇവിടെ ഷൈൻ ചെയ്ത് നിൽക്കുന്നത്, നമുക്കൊന്ന് പിടിച്ചാലോ. ഞാനും മോഹൻലാലും കൂടെ ഒന്നിച്ച്, വേറൊന്നുമില്ല, അവർക്ക് വാഗ്ദാനം കൊടുത്ത 50,000 രൂപ തെലുങ്ക് ദേശത്തിന് ഇന്നസെന്റ് ചേട്ടൻ സംഭാവന ചെയ്യാമെന്ന് ഇന്നലെ. അതിന്റെ ആളുകൾ ഇപ്പൊ വരും. വെറുതെ ഒരു കഥ. വെറുതെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പിന്നെ മാറ്ററേ ഉള്ളൂ. പ്രിയൻ ഡേ വലിയ സീൻ എടുക്കാനുള്ളതാണ്, അയാളെ ടെൻഷൻ ആക്കിയിട്ട് അവസാനം ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ 2 ഇതിനകത്തുനിന്ന് പുറത്താക്കും. ഞാൻ പറയാം ഒന്നുമില്ല, പുള്ളി അങ്ങനെ ഒന്നും തെറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ വന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ തെലുങ്ക് ദേശം
ഭയങ്കര അവര് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് ഭയങ്കര ഇതായെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഷൈൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രിയനും നമ്മുടെ കൂടെ ചേർന്ന്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു അവർ വന്നിരുന്നു, ഷൈൻ ചെയ്തൊക്കെ. അവർ രാവിലെ ഇപ്പം 15 മിനിറ്റ് മുമ്പാ പോയത്, ഇനിയും വരും, ഉച്ചയ്ക്ക് വരും. ഇവിടെ വന്നോ? പിന്നെ നിങ്ങൾ ക്ഷണിച്ചില്ലായിരുന്നോ? ഞാൻ ക്ഷണിച്ചു, പക്ഷെ ഇന്ന് ഇല്ല, 50,000 രൂപ നിങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും ഇങ്ങനൊരു സംഭവമായപ്പോൾ പുള്ളി ഒരു നിമിഷം വിശ്വസിച്ചു. 50,000 രൂപയെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവരെന്തിനു വരുന്നു? ഒരു വലിയ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു. അപ്പോൾ പ്രിയം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കാണും, നിങ്ങൾ പറഞ്ഞില്ലേ? ബനുണ്ടല്ല ഡാ, ഞാൻ 50,000 നമ്മക്കറിഞ്ഞൂടല്ലേ, ഹിന്ദിയിലല്ലേ റുപ്പിയ റുപ്പിയ എന്നൊക്കെ പറയുന്നത് കേട്ടു. 50 ഹസാറോ എന്നങ്ങണ്ട പറയുന്നു, നമ്മക്കറിഞ്ഞൂടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളി ഒന്ന്, അപ്പം പ്രിയൻ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ പോട്ടെ. മോഹൻലാൽ പുള്ളിയുടെ ഇരിക്കുക, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. മോഹൻലാൽ പോയിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത്, അവന് നല്ല തെലുങ്ക് അറിയാം, അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് പറഞ്ഞു, ഇച്ചിരി കഴിയുമ്പോൾ നീ ഫോൺ ആയിട്ട് വന്നിട്ട് ഇന്നസെന്റ് കകാക എന്നൊക്കെ ചോദിച്ചിട്ട് നീ പറയണം, ഇപ്പൊ അവര് വരുന്നുണ്ട്, 50,000 രൂപ റെസീറ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് പറയണം, വേറൊന്നും നീ പറയണ്ട. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ അവിടുത്തെ ഭയങ്കര തെലുങ്കൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട്, സർ ഇന്നസെന്റ് സർ, അതായിരിക്കും. അവൻ ഹിന്ദിയിൽ ഇന്നസെന്റ് ആയിട്ടുണ്ട്. ആ തെലുങ്ക് ദേശത്തിന്റെ ആൾക്കാർ വരുന്നുണ്ട്, ഇപ്പൊ അവർ കാറിലാണ്. ചേട്ടന് 50,000 രൂപ റെസീറ്റ് എൻ്റെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല മുകേഷ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദി നമുക്കറിഞ്ഞപ്പോ, വലിയ ഹിന്ദി അല്ലയോ. പുള്ളി ശരിക്കും പെട്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എഴുന്നേറ്റിട്ട്, ഏത് നിമിഷങ്ങൾക്കകം ഈ സ്ത്രീകൾ വരും. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ. പ്രിയം പറഞ്ഞു, നീ വീട്ടിൽ പോണ, ഇന്ന് നാളെയൊക്കെ നിങ്ങളുടെ മെയിൻ സീനാണ്. ഉടനെ പ്രിയൻ അതോട് ഓടി വന്നിട്ട്, അയാളത് പറയട്ടോ, അയാൾ പോണം, വീട്ടിൽ പോണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഉടനെ ഞങ്ങൾ മോഹൻലാൽ പറഞ്ഞു പൊട്ടിച്ചേരെന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിടാ, എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും, പക്ഷെ പറഞ്ഞിട്ടില്ലടാ. അതുമല്ല തെലുങ്ക് ദേശത്തിന് ഞാൻ എന്തിനടാ, എനിക്ക് എന്താണ് തെലുങ്ക് ദേശത്തിന്. ഞാൻ പറഞ്ഞു ചേട്ടാ ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞു, ഹിന്ദി പറഞ്ഞെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, നീ ഇതെങ്ങനെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് തരണം. അവളുമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമാന്ന് പറഞ്ഞു. മോഹൻലാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടാ ഞങ്ങള് തമാശ പറഞ്ഞിരുന്നു. അപ്പം ഞാനപ്പം പറഞ്ഞു, അപ്പം അടി കൊണ്ടാൽ ആനയും വീഴും. ഇദ്ദേഹത്തിന്റെ ഒരു ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളും ഫ്രണ്ട്സും ഒന്നിച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം സിദ്ദിഖ് ലാൽ സിനിമ ഫ്രണ്ട്സ് നടക്കുന്നു, വലിയ വേഷങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പുറത്ത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമയാണ്, അതും ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധമല്ല. പക്ഷെ രണ്ടും ഒപ്പമാണ്, ഒരു ദിവസം രണ്ടിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം രണ്ടുപേരെയും പിണക്കാൻ പറ്റൂലാത്ത കാരണം ഈ 2 പടത്തിലും അഭിനയിക്കാണ്ട് വീട്ടിൽ വെറുതെ ഒരു മാസം ഇരുന്നിട്ടുണ്ട്. സത്യമല്ലേ അത്? ഞാൻ കേട്ടിട്ടുള്ളത് അതെയാണ്, അങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നുള്ളത്. ഇന്നസെന്റേട്ടൻ എന്ന് രാവിലെ എനിക്ക് തോന്നുന്നു 4-5 പേരെ ഫോൺ ചെയ്യും. ഒന്ന് സത്യേട്ടൻ, പ്രിയേട്ടൻ, മുകേഷ് ഏട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീനേട്ടൻ, അങ്ങനെ 4-5 പേര്. അപ്പോൾ ഈ പറഞ്ഞാണ് ഉണ്ടാക്കിയ കഥ അപ്പോൾ പറഞ്ഞു വെക്കും എല്ലാവരോടും. എൻ്റെ അടുത്തൊക്കെ കഥ മറന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ കുറേ കഴിയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നീ കഥ ഒന്ന് ഓർത്ത് വയ്ക്കണേ, അല്ലെങ്കിൽ ആ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കണേ. അതിങ്ങനെ പുള്ളി കൂട്ടി പറഞ്ഞു. ഈ തമാശ പറയുന്നില്ലേ, ഇപ്പൊ മണിയമ്പിള്ള രാജചേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനവന് കിട്ടുമ്പം ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഞാൻ പഞ്ചവർണ്ണത്തത്വ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ ഇന്നസെന്റ് ഇല്ല. പക്ഷേ ആലപ്പുഴയിൽ അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മണിയമ്പിള്ള രാജചേട്ടന്റെ രാത്രി ഉറക്കത്തിലൊരു യൂസ് 2 മണിക്ക് എങ്ങാണ്ട് ചെറിയ ഗ്യാസ് ഒക്കെ ആയിട്ട് നെഞ്ചുവേനയായിട്ട് എണീറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിറ്റേന്ന് എന്നോട് പറഞ്ഞത്, രാവിലെ എണീറ്റിട്ട് ഹോട്ടലിന്റെ മുന്നിൽ കൂടെ കൈ വീശി എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് മണിയമ്പിള്ള രാജചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം അന്ന് ഉച്ചയ്ക്കായപ്പോൾ ഈ മണിയമ്പിള്ള രാജചേട്ടന് ചെറിയൊരു മൂഡ് ഔട്ട് ഉണ്ട്, മൊത്തത്തിൽ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ രാവിലെ സാധാരണ എണീക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ നേരത്തെ എണീറ്റിട്ട് ഒരു പോസിറ്റീവായിട്ടൊന്നും, ഒരു ദിവസം തുടങ്ങിയല്ലേ, ഒരു പോസിറ്റീവ് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇന്നസെന്റ് ഇവിടെ കാറിൽ വന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ നടക്കുന്നത്. എന്നോട് ഇന്നസെന്റ് ചോദിച്ചു, എന്താ രാജു ഇവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ഓടുവോ എന്ന് ചോദിച്ചിട്ട് കയറിപ്പോയി.
ഒരു കാര്യമില്ല, വെളുപ്പിന് 5 മണിക്ക് നടക്കുന്ന ഒരാളോട് റൂമിൽ കയറി പോകുന്ന പോക്കില് അല്ല, ഇതൊക്കെ ഓടുമെന്ന് ചോദിക്കില്ല. അങ്ങനെ ചില തമാശകളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ തമാശ പുറത്ത് പറയാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത് പുഷ്പം പോലെ പറയും. ഒന്നാമത്തെ കാര്യം, പുള്ളിക്ക് 10ാം നിലയിലെ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ നാഷണൽ അവാർഡിന്റെ ലാസ്റ്റ് മുട്ടി എന്നത്. അപ്പം എഴുതി കാണിക്കുകയാണ്, സ്ക്രോളാ, അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, ഇന്നസെന്റ് 3 പേരുമാണ് ലാസ്റ്റ്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കടാ വീട്ടില്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചടാ, എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അമിതാഭ് ബച്ചന് കിട്ടണമെന്ന്. അല്ല, ഇത് പറഞ്ഞതാ പുള്ളി. ഞാൻ പറഞ്ഞ അതെങ്ങനെ, അങ്ങനെ മമ്മൂട്ടിക്ക് കിട്ടണ്ടടാ, വെളിയിൽ പോട്ടെ. എന്നിട്ട് ആദ്യം ഇത് മമ്മൂക്കി ഞാൻ വിചാരിച്ച എന്റെ അടുത്ത് മാത്രമായിരിക്കുന്നു. ഇത് മമ്മൂക്കിയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. ആ, ഇദ്ദേഹം എല്ലാവരും പറഞ്ഞു. ഇത് ഈ 10ാം നിലയിലെ തീവണ്ടിക്ക് ദുബായിൽ ഒരു അവാർഡ് കിട്ടി. അവിടുത്തെ ഒരു പോപ്പുലർ അവാർഡാണ്. അപ്പോ ദുബായിൽ വെച്ച് സ്റ്റേജിൽ കയറി ഈ അവാർഡ് മേടിച്ച് ഈ അവാർഡിന്റെ ഫലകം ഒരു കൈ പിടിച്ചിട്ട് ഈ മൈക്ക് പിടിച്ച് ഇന്നസെന്റേട്ടൻ പ്രസംഗിക്കുകയാണ്. ഈ 10ാം നിലയിലെ തീവണ്ടി എന്ന് പറയുന്ന സിനിമ നാട്ടിൽ വളരെ കുറച്ച് തിയേറ്ററുകളിൽ റിലീസായിട്ടുള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാ തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ മാറ്റി. ഇതിന്റെ CD ഇറങ്ങിയിട്ടില്ല, വേറെ എവിടെ ഇത് വന്നിട്ടുമില്ല. എന്നിട്ടും ദുബായിലുള്ള മലയാളികൾ ഇത് കണ്ട് എനിക്ക് ഈ അവാർഡ് തന്നതിന് വളരെ നന്ദിയെന്ന്. കാരണം ജനങ്ങളുടെ പോളിലെ ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നേ, സ്വന്തം അവാർഡ് മേടിച്ചിട്ട് കൊടുത്തവരോട് അറിയുന്നത്. അതുപോലെ ഇന്നസെന്റിന്റെ സ്വന്തം പടം തിയേറ്ററിലോടാണ് തൃശ്ശൂർ രാഗത്തില്. അപ്പൊ പടം തോടുപൊടി, പടത്തിന്റെ പേര് പറയുന്നത് തോടുപൊടി. അപ്പൊ ഇന്നസെന്റാണ് ഞാൻ ചോദിച്ചു, ഇന്നസെന്റേട്ടാ എങ്ങനെയുണ്ട്, ഇന്ന് ലാത്തി ചാർജ് നടത്തണ്ട, അതാ പരിപാടി എന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ, അത്ര ആളാ? അതെ, തൃശ്ശൂര് പറമ്പിൽ ലാത്തി ചാർജ് അടിച്ച് കയറ്റണം തീരുണ്ടാത്തിക്കുന്നത്. വേറൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ജനാർദ്ദൻ ചേട്ടൻ ഒരു കാർ മേടിച്ചു. എനിക്കിത് പോഷ എന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം വലിയ വിലപിടിപ്പുള്ള, മറ്റേന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത, എന്നാൽ നല്ല കാറാ. ഭയങ്കര അഭിമാനത്തോടെയാണ് ജനാർദ്ദൻ ചേട്ടൻ അത് കൊണ്ടുവന്നു. സ്വന്തമായിട്ട് ഡ്രൈവൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നു. പോഷേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും പറയാം, കൊള്ളാം, എല്ലാവരും കൺഗ്രാലേറ്റ് ചെയ്യുക. ചേട്ടാ വേറെ ആർക്കും ഇല്ല കേട്ടോ, ചേട്ടൻ അത് മേടിച്ചത് എനിക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഇത് മറ്റേത് എൻ്റെ ബ്രദറിലോ അവിടെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരുപാട് കഥകളുണ്ടല്ലോ. അപ്പം ഇത്ര രൂപയായി, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവരണങ്ങൾ. ഇത് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും, ചവിട്ടി കഴിഞ്ഞാൽ 7 സെക്കൻഡിനകം ഫുൾ നിൽക്കും, പിന്നെ അനങ്ങത്തില്ല. ഭയങ്കര എല്ലാരും കഴിഞ്ഞിട്ട് ഇന്നസെന്റ് ഏട്ടൻ വന്നിരുത് ഷേക്ക് ഹാൻഡ് എടുത്തിട്ട് പറയാ, വിൽക്കുമ്പോ അറിയിക്കണം കേട്ടാ. ഞെട്ടിപ്പോയി. പക്ഷെ ഫാമിലിയൊക്കെ ഏറ്റവും കൂട്ടിപ്പിടിച്ച ഒരാളാട്ടോ. അയ്യോ, അത് എവിടെയും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആലിസിച്ചി, ഞാനൊക്കെ വീട്ടിൽ നിന്ന് അപ്പൊ കറിയും. ആലിസിച്ചിക്ക് അന്ന് മോചിതനാവാൻ പറ്റിയിട്ടില്ല. ആ വീട്ടില് അദ്ദേഹത്തെ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഒരു 25 കൊല്ലം 30 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ഓണക്കാസറ്റുകൾ തുടങ്ങിയ കാലം, അത് കുറച്ചുനാൾ ദിലീപേട്ടനാണ് അനുകരിച്ചത്. അതിനുശേഷം ഈ ഓണക്കാസറ്റുകളിൽ എത്രയും മാവേലിയുടെ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇന്നസെന്റേട്ടന്റെ ശബ്ദമാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീഡായി പോയി. കാരണം മാവേലി ഒരു മിത്തോ കഥയോ ഐതിഹ്യമോ ഒക്കെയാണ്, നമുക്കറിയില്ല. പക്ഷെ അതിനൊരു ശബ്ദമുണ്ടായത് പിന്നീട് ഇന്നസെന്റേട്ടന്റെ ശബ്ദമാണ് മലയാളികൾക്ക് മുഴുവൻ കേട്ടത്. അങ്ങനെ എത്രയോ വർഷം തുടർച്ചയായി നമ്മളിപ്പോ മാവേലി എന്ന് പറഞ്ഞ ഇന്നസെന്റേന്റെ രൂപമാണ് വരുന്നത്. ഇന്നസെന്റേട്ടന്റെ ശബ്ദം അത്രയധികം മണിക്കൂറുകൾ അനുകരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹവും ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗംഭീരമായി, ഏറ്റവും കൂടുതൽ കാസറ്റുകളിൽ ഇന്നസെന്റേട്ടന്റെ ശബ്ദം അതിഗംഭീരമായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കലാഭവൻ ജോഷി. ബാബുചേട്ടൻ മോശൻ അറിയാലോ, ജോഷി ചേട്ടൻ നാട്ടുകാരനല്ലേ? നിങ്ങൾ നാട്ടുകാരനും കൂടെയാണ്, ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. ഇരിങ്ങാലക്കുട കോണത്തുംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോഷി ചേട്ടൻ വരുന്നത്. എത്രയോ കാസറ്റുകളിൽ എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? 97 ഓണക്കാസറ്റ് തൊട്ട്, അതും ഈ ദേമാവലിയും 10 ഓണത്തിണക്കി പുട്ടുവെച്ചോടും 2 കാസറ്റുകളാണ്. ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത്,
അതിൽ പോകുന്ന ആൾ ഇതിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത ഒരേ ഒരാൾ ജോഷി ചേട്ടനാണ്. കാരണം എന്റെ സ്ഥലത്തും രണ്ട് സ്ഥലത്ത് ഇത് ചെയ്യാൻ അധികാരവും പോകാനും ഉണ്ടായിരുന്ന ഒരേ ഒരാൾ. ഇന്നസെന്റ് ഏട്ടൻ ഒഫീഷ്യലി എന്റെ ശബ്ദം കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ജോഷി. അതെ ഒഫീഷ്യൽ അംഗീകാരമുള്ള ആളാണ്. ഈ ദേമാവലി കുമ്പത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടാണ് നമ്മുടെ സൈമൺ ജെ നവോദയ ഒന്നും ഉടക്കി. അങ്ങനെയാണ് ഒറിജിനൽ ഇന്നസെൻ്റ് ഏട്ടനെ പുട്ടുകച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇന്നസെൻ്റ് ഏട്ടൻ ആദ്യമായിട്ട് പുട്ടുകച്ചവടം ചെയ്തു. അന്നത്തെ ആ കാസറ്റാണ് ഫ്ലോപ്പായ കാസറ്റ്. അല്ല, അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, അന്ന് ജോഷി ചേട്ടനും അതിന്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു. കാസറ്റ് കച്ചവടത്തിൽ കാസറ്റുകാർക്ക് ഇത്തിരി ധനമൊക്കെ ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു. ആ കൊല്ലമാണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്രി നന്നായില്ല എന്ന് നാട്ടുകാർ പറഞ്ഞത്. കാരണം കാസറ്റിലെ ശബ്ദം ജോഷിച്ചേട്ടന്റെ ശബ്ദം കേട്ട് കേട്ട് നിൽക്കുന്ന ബിൽഡപ്പിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ബിൽഡപ്പിന് വ്യത്യാസമുണ്ട്. അത് വേറൊരു പേസ് ആണ്. അതാണ് പറഞ്ഞത്. ഇന്നസെന്റ് ഏട്ടൻ ഒറിജിനൽ സൗണ്ട് കൊടുത്താൽ അത്ര ആ പേസ് കിട്ടത്തില്ല. അദ്ദേഹം എക്സാജറേഷൻ വരുമ്പോഴാണ് ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ട് കാസറ്റ് ചെയ്യുന്നതിന്. ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ ഒരു എക്സാജറേഷനിൽ വരുമ്പോഴാണ്. അത് മാത്രമല്ല, പിന്നെ പുട്ടുകച്ചവടം ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. ഇന്നസെൻ്റ് ഏട്ടൻ ഒറിജിനൽ ചെയ്യുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, നീ ആ വലിയ കയറ്റിയെടുക്കുന്ന ഒരു സാധനമില്ലേ, എൻ്റെ അമ്മ ആ സാധനം ഒന്ന് പഠിപ്പിച്ചേ, ആ ചിരിക്കൊന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചേ എന്നാ ഞാൻ ഇതുകൊണ്ട് ഇന്നസെന്റിന്റെ ശബ്ദം സ്റ്റുഡിയോയിലിരുന്ന് ജോഷി ചേട്ടൻ പറഞ്ഞു കൊടുക്കും, ചേട്ടാ അവിടെ എന്റെ അമ്മേ എന്ന് പറയുമ്പോ അദ്ദേഹം അത് കേട്ട് ചെയ്യേണ്ട പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത്. ജോഷി ചേട്ടാ, നമ്മള് ജോഷി ചേട്ടന്റെ ഒരു ഓർമ്മകളും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് പ്രഷർ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാവുന്നതാണെങ്കിലും നമുക്ക് ഒന്ന് ആദ്യം ഇന്നസെന്റിന്റെ രണ്ട് ശബ്ദം ജോഷി ചേട്ടനിൽ നിന്ന് കേൾക്കാം. അത് കേട്ടാലേ അത് പൂർത്തിയാകുന്നുള്ളൂ. ഈ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഈ മുകേഷ് ആണെങ്കിലും ബാബു ഒക്കെ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ചില ആളുകളുടെ ചിരിയാണ് ഇതുപോലെ കഥ പടച്ചു വിടാൻ ഇതുപോലൊരാൾ വേറെ ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം അത് പറയാൻ കാരണം ഫിലിപ്സ് എന്ന് പറയുന്ന സിനിമ മുകേഷ് ഏട്ടൻ തകർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇന്നസെൻ്റ് ഏട്ടനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം, ഇന്നസെൻ്റ് ഏട്ടൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ പോയത്. ജോഷിയാണ് ഡബ് ചെയ്ത് ഞാനത് ആർക്കും അറിഞ്ഞൂടെ. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാൻ പോകുന്നത്. അത്ര പെർഫെക്റ്റ് ആയിരുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മനസ്സിലാകാത്ത ഒരു നമ്മുടെ ലാസ്റ്റ് സിനിമ, അതും മന്നാർമത്തായി കൂടെ വന്നിട്ട് പിന്നെ എത്രയോ സിനിമകൾ ചെയ്തു. ലാസ്റ്റ് സിനിമ അദ്ദേഹം എൻ്റെ കൂടെ പോവായിരുന്നു, അതും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവരൊരു സിനിമ വിളിക്കുന്നുണ്ടല്ലോ, നീയും ഉണ്ടല്ലോ അതിനകത്ത്, ബാംഗ്ലൂരുമൊക്കെ പോകണമെന്ന് പറഞ്ഞൊരു ഷൂട്ടിങ്ങിന്. ഞാൻ വരുന്നില്ലടാ. ഞാൻ പറഞ്ഞ്, തീരെ വയ്യെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ ചേട്ടനത് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ചേട്ടനാണ് അതിൻ്റെ അതോറിറ്റി. ബാംഗ്ലൂരൊക്കെ ആര് ചേച്ചി എല്ലായിട്ടും നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നത്. അങ്ങനെ ഒരു നിർബന്ധത്തോടുകൂടി പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അത് ലാസ്റ്റ് പടമാണെന്നും നമ്മൾ അറിയുന്നില്ല, പക്ഷെ അതും അങ്ങനെ ഒരു നിമിത്തം വന്നു. അത് ഇത് പറയാൻ മടിയില്ലായ്മ. എനിക്ക് വീണ്ടും ഒരു അനുഭവമുണ്ട്. ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിൽ അപ്പം ഡെയിലി പേയ്മെന്റ് ആണല്ലോ. ഒരു ആർട്ടിസ്റ്റിന് ചെറിയ ചെറിയ വേഷങ്ങൾ ആണ് വരുന്നതെങ്കിൽ ഒരു സിനിമ പേയ്മെന്റ്, ക്യാരക്ടർ വേഷമാകുമ്പം ഒരു ദിവസം ഇത്ര രൂപ, അങ്ങനെ ഇത്ര ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നസെന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് 2 ദിവസമാണ് അദ്ദേഹത്തിന്റെ വേണ്ടത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, 2 ദിവസം ഇതിപ്പോ ഞാനൊന്ന് നോക്കട്ടെ, ഇതിന്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞ അവസാനം 2 ദിവസം എനിക്ക് പിറ്റേന്നൊരു തിരക്കുണ്ട്, ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് തന്നു. ഫസ്റ്റ് ദിവസം ഒരു ഉച്ചയായപ്പോൾ ഞാൻ മടക്കേന്ന് പറഞ്ഞ് എടുത്തു തീർത്തിട്ട് ഇന്നസെന്റിനോട് പറഞ്ഞു, ചേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്തോ ഫംഗ്ഷൻ ഉണ്ട്, തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനത് ടെൻഷനില്ല. അപ്പൊ എന്റെ വിചാരം എനിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ചേട്ടന്റെ സീൻ ഞാൻ എടുത്ത് തീർത്ത് ചേട്ടനെ ഫ്രീ ആക്കും എന്ന് പറഞ്ഞു. പതുക്കെ എന്നെ വിളിച്ചിട്ട്,
എടാ തിരക്കുണ്ടെന്നൊക്കെ പറയാത്ത ആരല്ല നീ ഇതും കേട്ടോണ്ട് നാളത്തെ ഷൂട്ടിംഗ് മാറ്റി വെച്ചാല് ഒരു ദിവസം പോയി എന്റെ ഒരു ദിവസം പോയില്ലേ, ഞാൻ അത് പറഞ്ഞിട്ടില്ലേ പൈസ പറഞ്ഞിട്ടിരിക്കണേ. നീ പതുക്കെ എടുത്താ മതി, 2 3 10 ദിവസം എടുത്തു, വെറുതെ ആവശ്യമില്ലാതെ തീർത്ത് മിടുക്കനാവാൻ നിൽക്കണ്ടെന്ന് മാറ്റി നിർത്തി എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ കഥ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്നോട് അവൻ ഭയങ്കര ചതിയാടാ ചെയ്തേന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി പറയും. ഇതിങ്ങനെ പലതും പറയും, നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ജോർജ് ചേട്ടൻ ഒന്ന് ഇന്നസെന്റിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിനപ്പുറം കാസറ്റിലെ ശബ്ദവും പ്രസംഗിക്കുമ്പോഴുള്ള ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ? എന്റെ ഈശ്വര, ഞാൻ വന്നു, ഈ ഓണത്തിന് വന്നു. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു. ആരെവിടെ, എന്താ അവിടെ പ്രശ്നം? മുല്ലപ്പെരിയാർ ഡാമിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നുകയാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല. ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം. ബാബുവിനെ കാണാൻ സാധിച്ചു, മുകേഷിനെ കാണാൻ സാധിച്ചു, പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാരടിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു. ഇപ്പോഴും നിങ്ങൾ എന്നെ ഓർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം. ഈ ഇന്നസെന്റ് ഏട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇപ്പം സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ. ശരിയാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെന്റ് ഏട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു കേട്ടോ. അത്രമാത്രം കഥകളും. അല്ല, അത് ഭാവിച്ചേട്ട കഴിവില്ലാത്തതായിരിക്കില്ല, താല്പര്യമില്ലാത്ത. അല്ല, ഒരു ഘട്ടത്തിൽ അല്ലേ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളിക്ക് മനസ്സിലായി. ഇപ്പൊ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. അത് പഠിപ്പിലേക്ക് എനിക്ക് അതിലൊരു 4 പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. കാരണം എന്നോടുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക്. കാരണം ഏതൊരു വെളുപ്പാങ്കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറൈറ്റ് ചെയ്തേക്കണം. അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പം സുഖമില്ലാത്ത സമയമാണ്, ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് ഒളി കണ്ണിട്ടൊന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ പുള്ളി വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പുള്ളി ഫോൺ, അപ്പോൾ ലൈറ്റ് ഇടാതെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ലോകത്തൊറ്റ നമ്പർ പുള്ളിക്ക് കാണാപ്പാടാറ്. പുള്ളി നമ്പർ പുള്ളിക്ക് അറിയില്ല, വീട്ടിലെ നമ്പർ, എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാം. കാരണം മറ്റുള്ളവർക്ക് എന്ത് പുലിവാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി. പലപ്പോഴും പുലിവാലാണായിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ ഈ നമ്പർ പുള്ളി എടുത്ത് ഡയൽ ചെയ്തിട്ട് പുള്ളി വെച്ചു. അപ്പോൾ 4:30 മണിക്ക് 5 മണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു, അത് വെച്ചു, ആൻസർ കിട്ടി, പുള്ളി ഫോൺ വെച്ച് കിടന്നു. അപ്പോൾ രാവിലെ അന്ന് ഇന്നസെൻ്റ് അടുത്ത് ലേറ്റായിട്ട് എനിക്ക് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞു, എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ അവനെ വിളിച്ചാടാ, ഇന്ന ഇടവേള വിളിച്ചതാ. അല്ല, എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും, എനിക്കതിൻ്റെ ആൻസറും കിട്ടി, ഞാൻ സുഖമായിട്ട് കിടന്നു തുടങ്ങി. അപ്പോൾ അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം പല മീറ്റിങ്ങുകൾക്ക് അറിയാം, പ്രൊഡ്യൂസർ അസോസിയേറ്റ് മീറ്റിംഗ് പോലത്തെ നല്ല ഫൈറ്റുള്ള സമയത്ത്. അപ്പം നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തല്ല പോണേ. പക്ഷെ അവരൊരു സാധനം ഇട്ട് തരുമ്പോൾ ഞാനൊന്ന് ഇന്നസെൻ്റ് ഉണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കിയാൽ ഇന്നസെൻ്റ് മനസ്സിലായത് കുഴപ്പമാണെന്ന് മനസ്സിലാവും. നമ്മൾ പറയുന്നില്ല, ചിരിച്ചിട്ടന്നെ തോന്നുന്നത് ഇങ്ങനൊരു ഞങ്ങൾ തമ്മിലൊരു വലിയ അന്തർധാര വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നസെൻ്റിൻ്റെ ആ രോഗത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ. അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു തിരിച്ചു വരവ് എനിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി എന്നെ ഉണ്ട്. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് തന്നെ. 2 കാര്യങ്ങളാണ് പുള്ളി എന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിരിവ് നടത്തരുത്, എന്ത് ഘട്ടം വന്നാലും. അത് ചിലപ്പോൾ സോനുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല, പക്ഷെ നീ അവിടെ തീരുമാനം എടുക്കണം. ഒരു സ്ഥലത്തും കൈ നീട്ടാൻ പറ്റും. ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ, ധൈര്യമായിട്ടിരുന്നു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ മാന്യമായിട്ട് തിരിച്ചേ. കാരണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്നസെൻ്റ് നമ്മൾ ഒരുപാട് ഇവൻറ്റ് ചെയ്യുന്ന ആളാണ്. 50ാമത്തെ സിനിമ വർഷം ഇരിങ്ങാലക്കുടയിൽ ആഘോഷിക്കുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ മാറിപ്പോകുന്നത്. പക്ഷേ അതുപോലൊരു യാത്ര ഇപ്പം അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നുള്ള
ഒരു പക്ഷേ കേരളം കണ്ട ഒരു 4-5 യാത്രയപ്പിൽ ഒരു യാത്രയപ്പായിട്ട് അത് മാറി. വളരെ വലുതായിരുന്നു. അത് മാറ്റിയെടുക്കാൻ സാധിച്ചു. അത് അതിനുവേണ്ടി കാരണം സോനു ഈ മരണം ഇങ്ങനെ ഒരു 5-6 ദിവസം നീണ്ടു നിന്നപ്പോൾ സോനു എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ചേട്ടൻ എന്ത് തീരുമാനം എടുത്തോ അതാണ് തീരുമാനം, അല്ലാണ്ട് അതിൽ വേറെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ ഒരു അധികാരം എനിക്ക് തന്നതുകൊണ്ട് പൂർണ്ണമായിട്ടത് ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ. ഇപ്പോഴും ഇന്നസെൻ്റിൻ്റെ കുഴിമാടത്തിൻ്റെ കൂടെ ആളുകളൊന്നും കൊണ്ടറിയോ? അതൊരു ഞാനും പല നമ്പറുകളും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഇപ്പോഴും ഇന്നസെൻ്റ് ഇപ്പം പല കാര്യങ്ങൾ തീരുമാനം അയ്യോ ഇന്നസെൻ്റ് പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് എവിടെയോ തോന്നും. അപ്പോഴാ അയ്യോ ഇന്നസെൻ്റ് പോയി എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല. ചില സിനിമയിൽ പോയി ഇന്നസെൻ്റ് അഭിനയിക്കും, നമുക്ക് തന്നെ അറിയാത് ഭയങ്കര കുഴപ്പമെന്ന്, ഒരു രക്ഷയില്ലാത്ത പട, മുഷേട്ടൻ അറിയ കഥ. അപ്പോൾ നമ്മൾ ഇന്നസെൻ്റ് ചോദിക്കുക എന്തിനാ ഇന്നസെൻ്റ് ആ പടത്തിൽ ഡാ മമ്മൂട്ടി മോഹൻലാലിനെ മുകേഷ് പടത്തിൽ വെച്ച് എൻ്റെ തല ഒരു സ്റ്റാമ്പ് സൈസിൽ അടിയിൽ വരും. ഇത് കേരളം മുഴുവൻ എന്റെ പോസ്റ്റർ അല്ലടാ, ഓടിയില്ലെങ്കിൽ എന്താ പോസ്റ്റർ, ഞാൻ കാശ് കൊടുത്ത് അങ്ങനെ പോസ്റ്റർ അടിക്കാൻ പറ്റും. അങ്ങനെയും അതിനെ ഹ്യൂമറായിട്ട് കാണുന്ന ഒരാളാണ്. അമ്മയുടെ ഫ്ലൈറ്റ് പോയതിൽ ഇന്നസെന്റ് ഉണ്ടായിരുന്നോ? ഇല്ല. അല്ല, അന്ന് ഇപ്പം ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് മുകേഷ് ഏട്ടനാണോ ഇന്നസെന്റ് ഏട്ടനാണോ പറഞ്ഞത്? അതായത് ആ ഫ്ലൈറ്റില് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ട്, നമുക്കറിയില്ല, മമ്മൂക്ക ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പം ഈ ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റിന്റെ TV പരിപാടി എന്താ കണ്ടപ്പോ പറഞ്ഞു, ദൈവമേ ഈ ഫ്ലൈറ്റ് എങ്ങാൻ കടലിൽ വീണ മമ്മൂട്ടി ഇന്നസെന്റും കൂടെ സിനിമയില് കുറെ നാള് കാശുണ്ടാക്കും. വേറൊരാളുടെ പേരും കൂടി പറഞ്ഞു, വാഴൂർ ജോസിന്റെ പേരും കൂടി പറഞ്ഞു. മമ്മൂട്ടി ഇന്നസെന്റും വാഴൂർ ജോസും കൂടെ മലയാള സിനിമയിൽ കുറെ നാള് ഭരിക്കുന്നത് ചേട്ടനാണോ? എനിക്ക് അത് ചേട്ടന്റെ നമുക്ക് കോളേജ് കുമാരനായിട്ട് റോള്, റൗഡിയായിട്ട് റോള്, പൈസനായിട്ട് റോള്, വേറെ ആരും ഇല്ലല്ലോ, എല്ലാരും ഒരു ഫ്ലൈറ്റില്. അല്ല, അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാ പറഞ്ഞെന്നുള്ളത്. ഞാനത് ഇന്നസെന്റാണോ ചേട്ടനാണോ എന്നുള്ളത് മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇന്നസെന്റായിട്ട് ജോർജേട്ടനോ? ജക്കാർത്തയില്. അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് നിങ്ങൾ രണ്ടുപേരെയും കൂടി ഒരു കമ്മിറ്റിക്കാരൻ വിളിക്കണത് എന്തിനാന്നുള്ള. അല്ല, അതിന്റെ വലിയ ആവശ്യമുണ്ടോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഭൂകമ്പം എപ്പോഴും നടക്കുന്നൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റൂമിൽ വിശ്രമിക്കുകയാണ്. റൂമിൽ വിശ്രമിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ സൈഡിലേക്ക് പോകുന്നു, അത് വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് നോക്കിയതേ ഈ ബിൽഡിംഗ് ഒന്ന് ആടിയിട്ടുണ്ടെന്ന് വന്നു. അപ്പോൾ ഇന്നസെൻ്റ് നീയും ചാവും ഞാനും ചാവും, പിന്നെ എന്നെ അംഗീകരിച്ച് നടക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ഹ്യൂമർ, ഞാൻ പേടിച്ചിട്ടാ പറയണത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എടാ ഇതാണല്ലോ കറക്റ്റ് എന്ന് തോന്നിപ്പോകും. അതായത് ഇതേപോലെ ഞാനും ഇന്നസെൻ്റ് ഏട്ടനും കൂടെ വെളി രാജ്യത്ത്, ഞങ്ങൾ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം നിന്ന് കോമഡി പറയുക. അപ്പം ആൾക്കാരും ഭയങ്കര ആളും, അന്ന് അവിടെ ഒന്നും അങ്ങനെ പ്രോഗ്രാം ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം രണ്ടുപേരെ മാത്രം വിളിച്ച് ഭയങ്കര കോമഡിയും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടി. അവിടുന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഈ അവാർഡൊക്കെ ഈ എക്സസ് ബാഗേജിന് ലഗേജിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ ചേട്ടാ ഇത് ഇവരിങ്ങനെ, അപ്പം അവിടെ ഇട്ടിട്ട് പോകുന്ന അവർക്ക് നടക്കേടാ, ഓരോരോ ക്ലബ്ബ് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ. ഒരു സൂട്ട് കേസും ഉണ്ട്. ഞാൻ ആ കൂടെ ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ അകത്ത് ചേട്ടൻ്റെ അപ്പുറത്തെ റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നെന്ന് പറഞ്ഞ് ഈ ഇത്ര വലിയ ക്ലബിൻ്റെ ഇത്, അതിനകത്തൊരു സ്വർണ്ണ പതക്കമുണ്ട്, 4 എണ്ണത്തിനകത്തും സ്വർണ്ണ പതക്കമുണ്ട്, 1 പവനാ. അപ്പൊ നമ്മൾ ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ സ്വർണ്ണ പതക്കം എടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ അവരൊന്നും കാണത്തില്ലടാ, നമ്മൾ അതിന്റെ അടിയിൽ വലിച്ചു കയറി. ഞാനും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധി, അതെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 4 പതക്കത്തിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. ഒരു സംഭവം ഞാൻ ഓർത്തത്, അതായത് ട്രെയിനിലാണ് ഒരു സ്ത്രീ, കൊച്ചുകുട്ടി, ഭർത്താവ്, പിന്നെ ഇവരുടെ ഒരു റിലേറ്റീവ് സ്ത്രീയുണ്ട്. ഞാനും ഇന്നസെൻ്റ് ഏട്ടനുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ ഇവരെ കയറി മുട്ടി, അത് എന്താ അവരുടെ പേര്, ഇവിടെ പേര്, എന്താ ചെയ്യുന്നു അവിടെ. അപ്പോൾ ഇവരുടെ നാട്ടിൽ ആരെയോ പുള്ളിക്കാരനറിയാം,
അപ്പോൾ അയാളുടെ ചരിത്രമൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കും. അപ്പം നടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കോമഡിയിലേക്ക് കയറി. അപ്പം ഹസ്ബൻഡ് സിഗരറ്റ് വലിയായിട്ടൊക്കെ വെളിയിൽ നിൽക്കുക. അപ്പോൾ ഇവർ ചെറുപ്പം സ്ത്രീയാണ്, കൊച്ചുകുട്ടിയും പിന്നെ അനിയത്തി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കോമഡിയുടെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അപ്പം ഞാൻ കേട്ടിട്ടില്ലാത്ത കഥയാണ്. അപ്പം ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു പുള്ളി അങ്ങനെ ഫുൾ ഫ്ലഡ്ജ് നിന്ന് ഇനി ക്ലൈമാക്സോടെ ഉള്ളൂ. അപ്പം ഹസ്ബൻഡിന് എന്തോ ഒരു ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇയാള് ഭയങ്കര സ്കോറിംഗ് കേറുന്നുണ്ട്. അപ്പം ഹസ്ബൻഡ് അവിടെ എന്തുണ്ട് വൈഫിന് നീ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോയി. പിന്നെ അനിയത്തി കൊച്ചുകുട്ടിയും ഈ മോളും മാത്രമേ ഉള്ളൂ അവിടെ. വരുന്നില്ല, ഒരു ടൈം കഴിഞ്ഞിട്ടും ആ സ്ത്രീ വരുന്നില്ല. എനിക്ക് ഈ കഥയുടെ ക്ലൈമാക്സ് അറിയണം. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നിട്ട് എന്തായി? നിന്നൊക്കെ അറിയാനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും പെർഫോമൻസ് ചെയ്ത്? ആ ക്ലൈമാക്സ് ഒന്നുമില്ല, പോയിന്റെ പാട്ട്. ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ എന്റെയൊക്കെ ഒരു വില ഇത്രയുള്ള. നമ്മളിപ്പോ നിർമ്മാണം, അഭിനയം എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നസെന്റ് ചേട്ടൻ അത്യാവശ്യം സിനിമകളിൽ പാടുകയും പാടിയ മിക്ക പാട്ടുകൾ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഏറ്റവും കല്യാണരാമനിലെ പാട്ടെടുത്താലും, കുണുക്കു പെൺമണിയെ എന്ന് പറയുന്ന ഗാനം എടുത്താലും, ആനച്ചന്തം എടുത്താലും, ഗജകേസരി യോഗത്തിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതാ ആനച്ചന്തം, ഗണപതി മേളച്ചന്തം. സ്റ്റേജിലും പാടിയിട്ടുണ്ട് പുള്ളി. സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. സ്റ്റേജ് ഷോയില് അദ്ദേഹം അവതരിപ്പിച്ച കഥാപ്രസംഗമൊക്കെ എത്ര നാളില് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒലയാൽ മേഞ്ഞൊരു അത് നമ്മള് അടുത്തൊരു ഷോയില് ലാസ്റ്റ് ഇന്നസെന്റ് നല്ല സജീവമായിരുന്ന സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്ന് ആലോചിച്ചു. ഇന്നസെന്റൻ പറഞ്ഞിട്ടാ അത് ഇപ്പോഴത്തെ ജനറേഷനെ ഏൽക്കും സംശയം പറഞ്ഞ് നമ്മള് വിട്ടതാണ്. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഹിന്ദി ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഹിന്ദി ചന്തം, ആവോ 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 ജാവോ ജാവോ ജാവോ. അപ്പം ജോഷി ചേട്ടാ, ഓക്കെ, നമ്മുടെ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയിൽ ഈ ഒരു ഓണക്കാലത്തിന്റെ ഒക്കെ തിരക്കുകളുടെ ഇടയിലാണെങ്കിലും വന്നതിൽ പങ്കെടുത്തതിൽ ഹൃദയപൂർവ്വം ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. ഈ ഓർമ്മയിൽ നിന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇന്നസെന്റിന്റെ കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. മാത്രമല്ല ഞാൻ ജനിച്ച ഡേറ്റ്, അതായത് ഫെബ്രുവരി 28 തന്നെയാണ് ഇന്നസെന്റിന് ജനിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇത്രയും വർഷക്കാലം ഇന്നസെന്റിന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പ്രണാമം. ഓക്കെ, ആയിക്കോട്ടെ ജോഷി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഇനി ഇന്നസെന്റിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഈ വേദിയിൽ എത്തേണ്ട ഒരാൾ, ഇന്നസെന്റിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരാൾ, അത് വ്യക്തി ജീവിതത്തിലും സിനിമയിലും ഇന്നസെന്റ് ചേട്ടൻ നിർമ്മിച്ച എത്രയോ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം നിർമ്മാണ പങ്കാളിയായിരുന്ന ഒരാൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് ഡേവിഡ് കാച്ചപ്പള്ളി. പിഷാരയുടെ അടുത്ത് ചോദിച്ചില്ലേ എന്നാണ് ഇന്നസെന്റ് ചേട്ടനെ ആദ്യം കാണുന്നത്. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഡേവിഡ് കാച്ചപ്പള്ളിയും കാണുന്നത്. തിരുവനന്തപുരം കീർത്തി ഹോട്ടലില് ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസർമാരായിട്ട് വിലസുകയാണ് അവിടെ. നമ്മളൊരു ചെറിയ സിനിമയുടെ അവിടെ അതിനുവേണ്ടി താമസിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇന്നസെന്റ് ചേട്ടനെ മാത്രമേ എനിക്ക് അറിയൂ, അദ്ദേഹത്തിന്റെ പേര് മാത്രമേ അറിയാവൂ. പിന്നീട് ആരോ പറഞ്ഞ് അതാണ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറഞ്ഞത്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ എപ്പോഴാണ് ഇന്നസെന്റ് ചേട്ടനുമായിട്ട് ഡേവിഡ് ചേട്ടന്റെ പരിചയം തുടങ്ങിയത്? ഏത് സമയത്താണ്? ഞാൻ മദ്രാസില് 72-ലാണ്. അപ്പോൾ രാമു കരിയാട് സാറ്, ശോഭന പരസ്താറിൻ്റെ കൂടെ അവരെ കൂടെ നിൽക്കായിരുന്നു ഞാൻ. അപ്പോൾ അവരുടെ പടത്തിൻ്റെ വർക്ക് തുടങ്ങാൻ മുമ്പ് നൃത്തശാല, അതിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ഡയറക്ടർ മോഹൻ. ഇവരുടെ ഒരു 3 പേരാണ് കൂട്ടുകെട്ട്. മോഹൻ സാറ്, ഡേവിഡ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ. അപ്പം അങ്ങനെ അറിഞ്ഞപ്പോൾ വന്ന് പരിചയപ്പെട്ടു.
അപ്പോൾ മോഹനെ കാണാൻ വേണ്ടി ഞാൻ ഉമാ ലോഡ്ജിൽ പോകാറുണ്ട്. ഉമാ ലോഡ്ജ് മദ്രാസിൽ നിന്ന് ഫേമസ് ഹോട്ടൽ ഉമാ ലോഡ്ജാണ്. അവിടെ വെച്ചാണ് മോഹൻ പരിചയപ്പെടുത്തുന്നത് ഇന്നസെൻറ്റിനെ. ഇരിങ്ങാലക്കുടക്കാരനാണ്. സന്തോഷമായി സംസാരിച്ചു. പിന്നെ ഒരു അടുപ്പം കൂടുതൽ വന്നു ഞങ്ങൾ തൃശ്ശൂർ. ഇത് ഏത് വർഷമായിരിക്കും ഏകദേശം? 72. എപ്പോഴാണ് ഇന്നസെന്റായിട്ട് കൂടി ഒരു നിർമ്മാണം തുടങ്ങാൻ അത് തുടങ്ങി? ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 72 കഴിഞ്ഞിട്ട് പിന്നെ നെല്ല് ഷൂട്ടിംഗ് നേരത്ത് കാര്യമായിട്ട് സാറിൻ്റെ ബർത്ത്ഡേ ഇന്നസെന്റ് ഞാൻ കൂടെ കൂടി പ്രൊഡക്ഷൻ പറിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണല്ലോ. അതിൽ അഭിനയിക്കാൻ വന്നിട്ട് 40 ദിവസം ഫുഡ് അടിച്ച് ഇരുന്നല്ലാണ്ട് കഥ നമ്മൾ പറഞ്ഞു കഥാപാത്രമൊന്നും കിട്ടിയിട്ടില്ല. അവസാനം ഒരു ഗ്ലാസ് ചായ ചോദിക്കുന്ന ഷോട്ട് മാത്രമുള്ള പടത്തില്ലേ. എന്നാലും അവൻ പറഞ്ഞു സമാനം 40 ദിവസം ഫുഡ് അടിച്ചില്ലോ. സ്വസ്ഥായിട്ടിരുന്നു. വിശാരടി, ഇവരുടെ ഒരു ലോകത്ത് ആരും ചെയ്യാത്തൊരു പേരാണ് ഇവരുടെ കമ്പനിക്ക് അറിയുക. എനിക്കറിയാം, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതായത് സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ശത്രു ഫിലിംസ്. ലോകത്ത് അങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ശത്രു കമ്പൈൻസ് ശത്രു ഫിലിംസ് ആയിരുന്നു അല്ലേ? ആ പേര് ആരിട്ടതാ? അത് മോഹൻ, ഡോക്ടർ മോഹൻ. കാരണം ഇവര് എന്തെങ്കിലും അടിച്ചു പിരിയുന്നത് മോഹൻ സാറിന് മനസ്സിലായി. അതല്ല, മോഹൻ ആദ്യം അടിച്ച് പിരിഞ്ഞു. മോഹൻ എന്ന് വെച്ചാല് മോഹൻ ഡയറക്ട് ചെയ്ത ശാലിന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു പടം. അത് മിത്ര ഫിലിംസ് ആയിരുന്നു. അപ്പൊ അവര് ഒരു ബഹണ്ടായിട്ട് മാറിയപ്പോഴാണ് നമ്മൾ ഈ പടം തുടങ്ങുമ്പോ എന്ത് ബാനർ ഫിക്സ് എന്ന് വെച്ചപ്പോ ശത്രു ഫിലിംസ്. ശത്രു ഫിലിംസ്. ഈ ഇന്നസെന്റ് ഏട്ടനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഈ തീപ്പെട്ടി കമ്പനി തുടങ്ങിയ കഥകൾ പറയും, അല്ലെങ്കിൽ സിനിമ പിടിച്ച പൈസ പോയ കഥകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സക്സസ് സ്റ്റോറി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ വിട പറയും മുംബൈ എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയാണ്. വേണുചേട്ടന് അവാർഡ് കിട്ടിയിട്ടുള്ള പടമാണ് അല്ലേ? അതില് നസീർ സാറ് വേറെ രീതിയിൽ അഭിനയിച്ച പടം ഇന്നസെന്റ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡേവിഡ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇന്നസെന്റ് ഇത്രയും എപ്പോഴും എല്ലായിടത്തും പോയി പൊളിഞ്ഞ സിനിമകളുടെ കാര്യം മാത്രം പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സക്സസിനെ പറ്റി പറയാത്തെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യം ഇന്നസെന്റ് എനിക്കറിയാൻ സംബന്ധിച്ചാല് ഞങ്ങൾ 5 വയസ്സില്ലാണ്ട് ആ സിനിമ എടുത്ത് തുടങ്ങിയതേ. ഞങ്ങൾ പ്രൊഡക്ഷനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഫൈനാൻസേഴ്സ് പരിചയമുണ്ടായിരുന്നു എനിക്ക്, ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഞങ്ങളിങ്ങനെ നല്ല സിനിമയ്ക്ക് വേണ്ടി അന്നേ ഞങ്ങൾക്ക് ആഗ്രഹം, നല്ല സിനിമ പഠിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ മോഹനായിട്ട് ആദ്യം 2 പെൺകുട്ടിയും സിനിമ എടുത്തു ഞങ്ങൾ. അത് നന്ദകുമാർ. അത് ആ സമയത്ത് വലിയ അത്തരത്തിലൊരു കഥ സിനിമ പറയാൻ ആൾക്കാർ ഭയക്കുന്ന ഒരു കഥയാണ്. ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറിയാണ് അത് വന്നത് അല്ലേ? അതെ, ശോഭയാണ്. മോഹൻ സാറിന്റെ വൈഫ് അനുഭവം. ആ പടം ഗണേഷ് കലാമന്ദിന്റെ കമ്പനി ഞാൻ പടം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥയുണ്ട്, അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. മോഹൻ ഡയറക്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലിയാണ് സ്ക്രിപ്റ്റ് ആദ്യം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എടുത്തു, വീട്ടിൽ വന്നോ കഥ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മോഹൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് വരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കഥ കിട്ടി ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ പടം വർക്ക് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഫ്രീ ആയിട്ട് അഭിനയിച്ചത്. മധുസാർ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ്റെ ചീഫായിരുന്നു മോഹൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ശ്രീകാന്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളേ. അങ്ങനെ പറയുമ്പോൾ ആ പടം ഹിറ്റായി. സെൻട്രൽ പിക്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നത്. അതിനുശേഷം മോഹൻ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻ ഡയറക്ടറായി. അപ്പോൾ നമ്മളാണ് 2 പെൺകുട്ടി പ്ലാൻ ചെയ്തതൊക്കെ. പിന്നെ വാടക വീട്, സൂര്യദാഹൊക്കെ അഭിനയിച്ചപ്പോൾ അങ്ങനെയാണ് ഇന്നസെന്റ് ചെറിയ വേഷം അഭിനയിക്കുക. അന്ന് പോലെ ഞങ്ങൾ അടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഈ പടം തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. ഇളക്കങ്ങൾ എടുത്ത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ആ ബാനറിലുള്ള നല്ല ക്വാളിറ്റി ആണ്. എല്ലാം നല്ല പടങ്ങളാണ്. ഇപ്പൊ ലേഖയുടെ ഫ്ലാഷ് എല്ലാ നല്ല പടം ഓർമ്മയ്ക്കായി ഹിറ്റ്. അല്ല 8 അവാർഡ് കിട്ടിയുള്ളൂ ഓർമ്മയ്ക്കായിക്ക്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് ഓർമ്മയ്ക്കായി. എനിക്ക് തോന്നുന്നത് ഈ ഇന്നസെന്റ് ഏട്ടൻ ഈ തൃശ്ശൂർ ഭാഷാ പ്രയോഗം ഫസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു പടം ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന പടമാണെന്ന് തോന്നുന്നു. ഇളക്കങ്ങളും ഓർമ്മയ്ക്കായാണ് ഇന്നസെന്റിന്റെ ആ ഭാഷാപ്രയോഗങ്ങൾ തുടങ്ങുന്ന പടങ്ങൾ. അവിടുന്ന് ഇഷ്ടം എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നിടം വരെയും എല്ലാ സിനിമകളിലും ഇന്നസെന്റ് നിർമ്മിച്ച എല്ലാ സിനിമകളിലും. അങ്ങനെ ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇന്നസെന്റ് സംസാരിച്ചു. നെടുമുടി ഉണ്ടായിരുന്നു, പടം ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നെടുമുടി ഇന്നസെന്റാണ് CBനെ ഫിക്സ് ചെയ്തത് നേരത്തെ വേണ്ടിയിട്ട്. ഇഷ്ടം സിനിമ. അതെ, അങ്ങനെ കഥ അന്വേഷണം ലാസ്റ്റ് പല കഥയും നോക്കി. ശ്രീനിവാസൻ വർക്ക് ചെയ്തു, ആരും ഒന്നും ശരിയായില്ല, കഥ കിട്ടിയില്ല. നല്ല കഥ വേണ്ട, നമ്മൾ ഒരു ഗ്യാപ്പ് ഞാൻ തിരിച്ചു വരായിരുന്നേ. അങ്ങനെ നോക്കുമ്പോഴാണ്
കലൂർ രവികുമാറിൻ്റെ കഥ. കലൂർ രവികുമാർ. ആ കൂട്ടത്തിൽ അത് കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കൂടി വർക്ക് ചെയ്തു. പക്ഷെ ആ ഇരിക്കാൻ സ്ക്രിപ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നെടുമുടി, ഇന്നസെന്റ്, ദിലീപ്, CB ടീമായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഞാൻ 10 ദിവസമായിട്ടും സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അപ്പം എന്തോ ആവശ്യത്തിന് വേണ്ടി ദിലീപ് എവിടെ ഷൂട്ടിങ് പോണ കാരണം ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടി. ആ 10 ദിവസം കൊണ്ടാണ് ആ 10 ദിവസം സ്ക്രിപ്റ്റ് ഉണ്ടായത്. ഈ ഇന്നസെന്റ് ഏട്ടൻ ഇപ്പം നമ്മൾ പിന്നീട് നേരത്തെ മുകേഷ് ഏട്ടനൊക്കെ നമ്മളോട് പലതവണ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയൊരു കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ വലിയ വീഴ്ചകളൊക്കെ വരുമ്പം ഇന്നസെന്റ് ഏട്ടൻ അതിനെ വളരെ ചിരിച്ച മുഖത്തോടെ ഒരു അവനവനെ നർമ്മമാക്കിയിട്ടൊക്കെ പറയും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സിനിമ പൊളിഞ്ഞിട്ട് പൈസ പോയിട്ടൊക്കെ ഉള്ള ഒരു സമയത്ത് ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ഇന്നസെന്റ് ഏട്ടനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നസെന്റ് ടെൻഷൻ ഇല്ലല്ലോ. ടെൻഷൻലെസ് ആണ്. Tensionless ആണ്. അല്ല, ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബുദ്ധിശക്തി അന്നും ഉണ്ടല്ലോ, ചില ബുദ്ധിശക്തിയൊക്കെ പിൽക്കാലത്ത് കുഴപ്പമായി വന്നത്. ഒരു സിനിമയുടെ ചിത്രഗീതത്തിനകത്താണ് നമ്മൾ അന്ന് ദൂരദർശന്റെ ചിത്രഗീതം ഉണ്ടല്ലോ, പഴയ പഴയ പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിനകത്ത് എനിക്കൊന്ന് സത്യദേവന് മരണമുണ്ടോ എന്നുള്ള പാട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ ഇരിക്കുന്ന എല്ലാവരും പാവങ്ങള്, ഇന്നസെന്റ് ഏട്ടൻ ആ ക്യാമറ വരുമ്പോഴൊക്കെ ഇങ്ങനെ പൊന്തി മറ്റുള്ളവരെ പിന്നെ സ്റ്റാർ ആയപ്പോഴത്തേക്ക് ഇത് ചിത്രഗീതത്തിൽ വന്നു. അപ്പോഴാണ് ആൾക്കാർ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ, അന്ന് ബുദ്ധി കാണിച്ചാണ്, പക്ഷെ ഇപ്പൊ അത് പാരയായിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ട്. നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ഇന്നസെന്റിനെ നമ്മൾ കാണുന്നത് നൃത്തശാല എന്ന് പറയുന്ന സിനിമയിലായിരിക്കും. ആദ്യമായിട്ട് അഭിനയിച്ചത് അതിലാണ് ഒരു കോമഡി. അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അതിൽ നൃത്തശാലയിലാണ് വരുന്നത്. ഒരുപാട് സിനിമകളിൽ ഇന്നസെന്റിന്റെ ഒക്കെ ഒരുപാട് സിനിമകൾ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ള, മലയാളത്തിൽ ഒരുപാട് നല്ല ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, മനസ്സിനക്കരെ പോലെയുള്ള സിനിമകളിലെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള, എൻ്റെ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള അഴകപ്പൻ സാറ് നമ്മളോട് രണ്ടുപേരും സംസാരിക്കും. മനസ്സിനക്കരയിലെ അദ്ദേഹം അതിൻ്റെ കെമിസ്ട്രി വിത്ത് ജയറാം, അച്ഛനും മകനും ഉള്ള കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ ഭയങ്കര ഹിറ്റായ ശേഷം കെ ബാലചന്ദ്ര സാർ ഒരു ദിവസം പുള്ളിയുടെ അസോസിയേറ്റ് എന്നെ വിളിച്ചു, ബാലചന്ദ്ര സാർ അഴകപ്പനെ കാണണമെന്നു. അങ്ങനെ ഞാൻ സാറെ കാണാൻ പോയി. സാറുടെ ഓഫീസിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ അഴകപ്പൻ മനസ്സിനക്കരെ നിങ്ങൾ ചെയ്തില്ലേ, വളരെ മനോഹരമായ ഫിലിം. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നസ് ചേട്ടൻ്റെ കഥാപാത്രം. ആ പടം എനിക്ക് റീമേക്ക് ചെയ്യണം. ഉടനെ തന്നെ ഞാൻ പ്രൊഡ്യൂസർ സുബൈറെ വിളിച്ചു, ഇങ്ങനെ ബാലചന്ദ്ര സാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ പടം തമിഴിൽ ചെയ്യണമെന്ന്. അത് റേറ്റോണ് സംസാരിക്കേണ്ട, കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്ര സാർ റെഡിയായി. ഒരു 15-20 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ഞാൻ മദ്രാസ് പോയപ്പം എന്നെ വീണ്ടും വിളിപ്പിച്ച് പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്ന താമിരാൻ ഒരു അസോസിയേറ്റ്. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും പോയിട്ട് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ബാലചന്ദ്ര സാറുടെ കൂടെ വർക്ക് ചെയ്യുന്നല്ലോ മനസ്സിനൊക്കെ. അങ്ങനെ അതേപോലെ ഒരേ ഒരു ഡൗട്ട് ആ പടത്തിൽ എനിക്ക് ഒരു പേടിയാണ്. എന്താണ് അതിൽ ഇന്നസെന്റ് ചെയ്ത കഥാപാത്രം ആരാണ് തമിഴിൽ ചെയ്യും, യു ഹാവ് എനി സജഷൻ ചോദിച്ചു. ഞാൻ 1 മിനിറ്റ് ആലോചിച്ച് തമിഴിലെ ആര് ചെയ്യുന്നത്, പല ആക്ടേഴ്സ് പേരും പറഞ്ഞ് അതൊന്നും ശരിയാവില്ല, ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചെയ്യാൻ വേറെ ഒരാളില്ല, ഞാൻ അതുകൊണ്ട് ആ പടം ചെയ്യുന്നില്ല. ആ മനസ്സിനൊക്കെ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലിരിക്കട്ടെ, അത് തമിഴിലെ ചിറ്റയാക്കാൻ തന്നെ. കെ ബാലചന്ദ്ര പോലെ ഒരു ഡയറക്ടർ ഇന്നസെന്റ് ചേട്ടനെ പറഞ്ഞ ഒരു സംഭവമാണ്. അതേപോലെ ഇന്നസെന്റ് ചേട്ടൻ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഞാൻ ഇന്നസെന്റ് ചേട്ടനെ മാത്രമേ വിളിച്ചില്ല, കാരണം വിളിച്ചാൽ ഡെഫിനറ്റായി ട്രിവാൻഡ്രം വരെ വരും, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇത്ര യാത്ര ചെയ്യണം. അപ്പോൾ എൻ്റെ വൈഫും പറഞ്ഞു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാണ്. പക്ഷേ താലികെട്ടി എല്ലാം മുടിഞ്ഞോണ്ട് ഒരാൾ വന്ന് ഫ്രണ്ടിലെ സ്റ്റേജിൽ നിൽക്കുകയാണ്. എല്ലാവരും ഷോക്കായിപ്പോയി. ഇവിടെ ഞാൻ വിളിക്കാതെ വന്ന ഒരാൾ ഗസ്റ്റാണ്, ഞാൻ അറിയാൻ വന്ന് കല്യാണത്തിൽ വന്നതല്ല. മോനെ നിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, നിൻ്റെ അപ്പൻ എന്നെ എന്തുകൊണ്ടാണ് ആ കല്യാണത്തിൽ വിളിച്ചില്ല, അതെനിക്ക് അറിയണം. അത് അറിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് വെച്ചു. ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായിപ്പോയി. ഹോൾ ഓഡിറ്റോറിയം പൊട്ടിച്ചിരിച്ചു. കാരണം ഒരു ഹ്യൂമറായിട്ട് തന്നെ ആ വിളിച്ചില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് വളരെ ഹ്യൂമണായിട്ട് അവതരിപ്പിച്ചപ്പം ഭയങ്കര വേറൊരു മൂഡുണ്ടാക്കി ആ കല്യാണ വീട്ടിൽ. സോ ഇന്നസെന്റ് ചേട്ടൻ ഞാൻ പറഞ്ഞത് ഒരു ശരിയ സംഭവങ്ങളാണ്. ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളുണ്ട്. വി വർ മിസ്സിങ് ഹിം. ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പം
കഥ എപ്പോഴും ഒരു ആശയപരമായ കാര്യമാണ്. നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന പോലെയല്ല. അപ്പം കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആശയപരമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ? തർക്കങ്ങൾ പരിഹരിക്കാറുണ്ടോ? പിണങ്ങിയിട്ടുണ്ടോ? പിണങ്ങിയാൽ ആരാണ് ആദ്യം മിണ്ടുന്നത്? അല്ല, പിണങ്ങേണ്ട ആവശ്യം വന്നിട്ടൊന്നുമില്ല. അന്ന് കാലത്ത് ഞാനും മോഹനും കഥ സെലക്ഷൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് പതിവ്. അപ്പോൾ ഇന്നസെൻ്റ് കൂടി ഉണ്ടാവും. പിന്നെ ശരിക്കും ഇന്നസെൻ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷൻ വേറെയാണ്. അന്ന് കാലത്ത് കോമഡി ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാ സിനിമകളും നല്ല സിനിമയൊക്കെ എടുത്തിട്ടുള്ളത്, എല്ലാം കുടുംബകഥകളും ഫാമിലി നമ്മൾ ഈ പറഞ്ഞ മാതിരി ബാബു പറഞ്ഞ മാതിരി ഇളവേള എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടാക്കിയത് പത്മനാഭൻ്റെ കഥയല്ല സംഭവം പറയുന്നതല്ല. മധുസാറും മോഹനായിട്ട് ബാംഗ്ലൂർ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, കാമറോദ് മോഹമൊക്കെ. അപ്പോൾ ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ മധുസാറും മോഹനൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ത്രെഡ് പറഞ്ഞതാണ്. 4 ചെറുപ്പക്കാർ ലൊക്കേഷൻ പിക്നിക്ക് പോകണതാണ് സംഭവം. ആ പിക്നിക്ക് പോയി കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ ചോദിച്ചു പോയിട്ട് അവിടെ ഒരു ജീപ്പ് അപകടത്തിൽ ഇവർ മിസ്സായി പോകുന്നത്, ഒരാളെ കാണാനില്ല. അത് പിന്നെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാക്ക് മോഹനോട് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഉമാലി കോളേജ് സംസാരിക്കും. അന്ന് സ്റ്റാർട്ടിങ്ങിലാണ്. ഞാൻ കൊള്ളാലും മോനെ ഐഡിയ കൊള്ളാലും നല്ല സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇടവേള ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് പത്മനാഭനോട് കഥ പറഞ്ഞത്. ത്രെഡ് മാത്രം പത്മനാഭൻ പറഞ്ഞു, ത്രെഡ് പറഞ്ഞാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ പത്മനാഭൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് വെച്ചിട്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് പത്മനാഭനാണ്. ഇടവേള ബാബു എന്നുള്ള വരാൻ കാരണം ആ കഥ അത്ര നല്ല സബ്ജക്റ്റായിരുന്നു അന്ന് കാലത്ത്. ഇപ്പം അതിൻ്റെ വേറൊരു മോഡലാണ് മഞ്ഞുമേൽ ബോയ്സ് ഒന്നൊക്കെ. അന്നത്തെ ഇത് 1982 ഇടവേള ഇറങ്ങുന്നത്. ഈ കാലത്ത് ഇറങ്ങിയ ഇടവേള തന്നെയാണ്. ഇടവേളയ്ക്ക് ഇന്നും പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റാണ്. മോഹൻ സാറിന് ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ ഇപ്പോൾ ഇതിലാണ്. പക്ഷെ അദ്ദേഹം രണ്ടാമത് എടുക്കാൻ ആഗ്രഹിച്ചൊരു മുകേഷ് ഏട്ടനെ ബലൂൺ 81-ലല്ലേ? 82-ല്. അപ്പം മുകേഷ് ഏട്ടനും ഇടവേള ബാബുച്ചേട്ടനും ഒറ്റ കൊല്ലമാണ് ഹീറോ ആയിട്ട് വരുന്നത് സിനിമ വരുന്നത്. ലാലേട്ടനും മമ്മൂക്കും തൊട്ട് മുമ്പില് ലാല് 80-ലാ വന്നത്. അതെ അതെ. മമ്മൂക്ക 79-ല് 78-79-ലാണ് മമ്മൂക്ക വന്നിട്ടുള്ളത്. ഈ ഇന്നസെന്റ് പറയുമ്പോഴേ ഇന്നസെന്റ് നമ്മളൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ്. പക്ഷെ ഇന്നസെന്റ് നമ്മൾ അറിയാത്ത കുറെ ആൾക്കാരായിട്ട് ഭയങ്കര അടുപ്പാണ്. ഞാൻ അരവിന്ദൻ സാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമുണ്ട്, അദ്ദേഹത്തിന്റെ എങ്ങനെ പെരുമാറുന്നുള്ള ഒരു രീതി നമുക്കറിയാം. പക്ഷെ അരവിന്ദൻ സാറ് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്നസെന്റിന്റെ കോമഡി. അപ്പൊ അരവിന്ദൻ സാറ് സംസാരിക്കുന്നതേ വളരെ പതുക്കെ കുറച്ച്. പക്ഷെ ഇന്നസെന്റേട്ടും പറയുമ്പോൾ പുള്ളി വയറൊക്കെ കുലുക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരു അരവിന്ദൻ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഓംപുരിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇന്നസെന്റേട്ടിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇന്നസെന്റിന്റെ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹം ഹിന്ദിയിൽ കുറഞ്ഞ ഇന്നസെന്റിന് ഭയങ്കര കാര്യം എനിക്ക്. അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ പല ആർട്ടിസ്റ്റ് നമ്മൾ ഹിന്ദിയിൽ പലണ്ട്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ MP ആയിട്ട് ഡൽഹിയിൽ പോയപ്പോൾ ഈ മാന്നാർ മത്തായി എന്ന് പറയുന്ന സിനിമകൾ, കാരണം പ്രിയൻ സാർ അവിടെ പോയിട്ട് ഇവിടെയുള്ള ഒരുപാട് സിനിമകൾ അവിടെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീമേക്കിന് മുമ്പ് അവിടെയുള്ള ഹിന്ദി നടന്മാർ ഇതിട്ട് കണ്ടിട്ടുണ്ട് പലതും. അപ്പൊ പലതും പറയാം. അപ്പം ഈ മാന്നാർ മത്തായിയോ മറ്റേ അവിടെ അക്ഷയ് കുമാറും സംഘമൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പരേഷ് ട്രാവൽ എന്ന് പറയുന്നത് പരേഷ് ട്രാവലാണ് ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്ന റോള് ചെയ്തേക്കുന്നത്. അപ്പൊ പരേഷ് ട്രാവലും വേറെ എവിടുന്നോ ജയിച്ച് MP ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ ഈ പരേഷ് ട്രാവലിന് വലിയ ബഹുമാനമാണ് ഇന്നസെന്റ് ഏട്ടനെ കാണുമ്പോൾ. കാരണം പരേഷ് ട്രാവൽ ആ വേഷം ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇന്നസെന്റ് ഏട്ടൻ കളിച്ചേക്കുന്ന കളി കണ്ടിട്ട് പറയും, അവിടെ പോകുമ്പോൾ ആകെ അയാൾ വരും. അയാൾ വന്നാലും ഈ മാനാർമത്തായുടെ ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ പാർലമെന്റിൽ എത്തുമ്പോൾ പോലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന. അതാണ് ഇന്നസെന്റിന്റെ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ്. കാരണം നമ്മളിപ്പോ ഇന്നസെന്റിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ടും ഈ മലയാളം പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചു എല്ലാവരെയും. വേറെ ഒരു ലാംഗ്വേജിലും അല്ല, മലയാളം പറഞ്ഞ് തന്നെ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരു മാർഗദർശിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഡേവിഡ് ഏട്ടാ, ഈ സിനിമകളിൽ എല്ലാത്തിനും ഇന്നസെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു, പല സിനിമകളും ഒരു സമയത്ത് ഷൂട്ടിംഗ് വരിക, ഇന്നസെന്റിന്റെ ഒരു തിരക്കിന്റെ കണക്ക് വെച്ചിട്ട്
എളുപ്പമല്ല എല്ലാ സിനിമകളിലും ഉൾക്കൊള്ളിക്കാൻ വെച്ചു. ഒന്നുകിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഫ്രിക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നസെന്റിന്റെ ഒരു പറ്റായ്മ ഡേവിഡിന്റെ പടത്തിലേക്ക് എത്താൻ? ഇല്ല 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 ഇന്നസെന്റേട്ടൻ ഡേവിഡേട്ടൻ പടം എടുക്കുള്ളൂ, വേറെ കാര്യം. അപ്പൊ അത് അവര് തമ്മിലൊരു കോംബോ അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ ടീമായിരുന്നില്ലോ. അതെ അതെ. അപ്പൊ അതേ കാലത്ത് ഇന്നസെന്റ് വന്ന് പിന്നെ നെടുമുടി ഇവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വന്നു. പിന്നെ ഭരത് ഗോപി ഞങ്ങളന്ന് അപ്പോൾ ആ സെറ്റപ്പിൽ മോഹൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്നു, KGO ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു പറഞ്ഞ പേരില്ലേ, മോഹൻ സാറ്, ഭരതൻ സാറ്, KG ജോർജ്, ഒരു പരിധിവരെ മോഹൻ ഗോപി ഏട്ടൻ, ഈ വേണുചേട്ടൻ, രവീന്ദ്രൻ, ഇവരെല്ലാം നമ്മളിപ്പം ഒരു കൊലയിലുള്ള ആൾക്കാരാ. ചില തനത് മറ്റേ കല, കൊട്ട്, പാട്ട്, മേളം, സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലുള്ള ഈ കൂട്ടത്തിൽ ഫലത്തിൽ ചേരാൻ പറ്റാത്ത ഒരാളായിട്ട് നമുക്ക് ഇന്നസെന്റേട്ടനെ തോന്നാറുണ്ട്. അതാണ് പറഞ്ഞാണ് ആ ഇന്നസെന്റേട്ടൻ നമ്മൾ കാണുന്ന രീതിയില്ലാത്തൊരു ബന്ധങ്ങൾ വേറെയുണ്ട്. നമ്മൾ സ്ഥിരം ഇന്നസെന്റിനെ പറയാത്ത ബന്ധങ്ങൾ, അതൊക്കെ ഈ വലിയ തലത്തിലുള്ള ഒരു എഴുത്തുകാരായിട്ട് ഇന്നസെന്റിന് നല്ല ബന്ധങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇന്നസെന്റ്, അത് അദ്ദേഹത്തിന്റെ ഒരു ആ ശൈലിയും പ്രസന്റേഷനാണ് അദ്ദേഹത്തിന്റെ. ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു വിദ്യ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ കാണാത്ത രീതിയിലൊരു വായനയും ഒരു ഭൗതിക തലത്തിലും ഇന്നസെന്റേട്ടനുണ്ടോ? അല്ലല്ല, ഇന്നസെന്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ആരുടെ കൂടെയും പരിചയപ്പെടാനും അടുപ്പം വയ്ക്കാനും കഴിവ് പുള്ളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കൂടാൻ കാരണം. എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉപദേശിക്കാനും അങ്ങോട്ട് പറയാനൊക്കെ പുള്ളി. അതിന്റെ ഒരു കഥയുണ്ട്, പണ്ട് ശശി തരൂരായിട്ട്, അത് പബ്ലിഷ് ചെയ്ത കഥയാണ്, പറഞ്ഞ കഥ. ശശി തരൂരായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് കണ്ട് ഇന്നസെന്റിന്റെ പുസ്തകത്തിന്റെ പ്രകാശനോ അത് അതർ ലാംഗ്വേജിലേക്ക് എന്തോ അത് ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങിന് പോകുമ്പോ ഈ പുസ്തകത്തിനെ പറ്റി ഇന്നസെന്റിന് ഒന്നും അറിയില്ല. വേഗം സത്യേട്ടനെ വിളിച്ച് അങ്ങനെ ഈ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കി. അവസാനം പ്രസംഗിച്ച് ഇന്നസെന്റേട്ടൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു. ശശി തരൂര് എനിക്ക് ഭയങ്കര ബഹുമാനത്തോട് കയ്യൊക്കെ കൊടുത്തുനിന്ന്. ഇന്നസെന്റ് പുസ്തകം പോലും വായിച്ചില്ല. പക്ഷെ അതാണ് ഇന്നസെന്റ് എന്നുള്ള കഴിവ്. നമ്മളിപ്പോൾ അമ്മയുടെ തന്നെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിനോ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ മതി ഇന്നസെന്റിന്. അല്ലെങ്കിൽ ഒന്ന് കുറച്ചിങ്ങനെ കള്ളാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊലിപ്പിച്ചോളൂ, നമ്മൾ ധൈര്യമായിട്ടിരിക്കാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ത്രെഡ് കിട്ടിയാൽ മതി ഇന്നസെന്റിന്. ഈ ഒരു കാര്യം കൂടെ, ഈ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഇവരൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ തിലകേട്ടനും ഇന്നസെന്റേട്ടനൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മരത്തിന്റെ മറവിൽ ജഗദീഷ് ഏട്ടൻ നിന്നിട്ട് പെട്ടെന്ന് ഒരാവശ്യമില്ലാണ്ട് ജഗദീഷ് ഏട്ടൻ അയ്യോ എന്നും പറഞ്ഞൊരു ഓട്ടോ ഓടുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇന്നസെന്റേട്ടൻ ഒരു ചാട്ടം ചാട്ടിട്ട് ദേ പോണു അവൻ എന്നും പറഞ്ഞിട്ട് ഒരു ചാടിയിട്ടാണ് ഇന്നസെന്റേട്ടൻ തിരിയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഒരാളിങ്ങനെ പോകുമ്പോൾ നമ്മള് ദേ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ ചാടണ്ട, നിന്നെ നിപ്പി ഫുൾ ചാടി തിരിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്നുവെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോ വലിയ നടന്മാരോടൊക്കെ ചോദിച്ചാൽ അത് അഭിനയത്തിന്റെ ഇതാണ്. കാരണം അയാളെ കാണുമ്പോൾ ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം. പക്ഷെ ഉള്ള സത്യം പറയാലോ, ഒരു സുഖം അത്ര. ഇതിന് വേറെ ഒരു സാധനവും ഇല്ല. ചാടിയപ്പോ എനിക്കൊരു സുഖം, ഇത് കണ്ടപ്പോ നിനക്കൊരു സുഖം, അത്രേ ഉള്ളൂ, വേറെ ഒരു സുഖമില്ലെന്ന് അത്ര ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന സിനിമയും വിട പറയും മുമ്പേയും മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ രണ്ടുപേരും കൂടെ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമയാണ്. അവാർഡുകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇന്നസെന്റ് എന്തെങ്കിലും സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഇന്നസെന്റും വലിയ സന്തോഷം പറഞ്ഞ അവാർഡ്. ഞാൻ അവാർഡ് വാങ്ങിക്കുക, ഇന്നസെന്റ് ക്രിട്ടിക്സ് അവാർഡൊക്കെ ഇന്നസെന്റ് വാങ്ങിച്ചത്. അത്രയും അവാർഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളക്കുകളിൽ അവാർഡ് ഇന്നസെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാ ശ്രുതിക്കുള്ള പെൺകുട്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈഡ് വന്ന ഫ്ലാഷ് ബാക്ക് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബഹുമതി കിട്ടിയ പടം. അത് കളക്ഷൻ മോശമാണെങ്കിലും എല്ലാവരും നല്ല പേരായിരുന്നു പടത്തിനൊക്കെ. ഞാനിപ്പം ഈ അവാർഡ് കിട്ടിയ കാര്യവും ലേഖയുടെ മരണം, ഫ്ലാഷ് ബാക്കിന്റെ കാര്യമൊക്കെ ഒരു വരി ഈ പരിപാടിയിൽ ബോധപൂർവ്വം എടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുന്ന നിർമ്മാതാവ് അദ്ദേഹം തന്നെ വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം കുറച്ച് സിനിമയെടുത്ത്
പൊളിഞ്ഞുപോയ ഒരു നിർമ്മാതാവായിട്ടാണ്. പല പ്രസംഗങ്ങളിലും അദ്ദേഹം നർമ്മത്തിലൂടെ അതാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ല. മലയാളത്തിന്റെ വലിയ ക്ലാസിക്കുകളായിട്ടുള്ള സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള കാരണം 80s to 80 to 90 മലയാളത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ടാണ് ഞാനൊക്കെ കരുതുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും നല്ല സിനിമകൾ എടുത്ത നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ്. അല്ല 80 ആ കാലഘട്ടത്തിലാണ് നല്ല ഡയറക്ടർമാർ വന്നൊക്കെ. കൽപ്പനായാലും ഫാസ്റ്റിനും എല്ലാ പടങ്ങളൊക്കെ വന്ന സമയത്താണല്ലോ കംപ്ലീറ്റ്. മോഹൻലാലും നമുക്ക് 80 മുതലാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടി ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവിടെ നമ്മൾ ഓർക്കുന്ന ഓരോ അതിഥികളെ കുറിച്ചും അവരുടെ ചിത്രം വെച്ച് ഇവിടെ വരുന്ന അതിഥികളുടെ ഒപ്പുവെച്ച് ഞങ്ങളൊരു ആൽബം തയ്യാറാക്കുന്നുണ്ട്. പരിപാടി പൂർത്തിയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓർമ്മയിലെന്നും സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ആൽബം. നമുക്ക് ആ ആൽബം ഒന്ന് സൈൻ ചെയ്യാം, എപ്പിസോഡ് വൈൻഡ് ചെയ്യാം. താങ്ക് യു. ഒരു അഭിനേതാവായിട്ടും ഒരു വ്യക്തിയായിട്ടും നമുക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഇടപെടാനും അവരെയെല്ലാം പ്രചോദിപ്പിക്കാനും മാതൃകയാക്കാനും അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ അസാധാരണത്വം തോന്നിക്കാനും എല്ലാം പറ്റിയ ഒരു വലിയ ജീവിതമായിരുന്നു ഇന്നസെന്റ് ഏട്ടൻ്റേത്. അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും നമ്മൾ സൂക്ഷിച്ചു വെക്കും.